ഞാനിപ്പോൾ നിൽക്കുന്നത് കായംകുളത്തിനടുത്ത് നൂറനാട് എന്ന സ്ഥലത്താണ്. നിങ്ങൾ ഈ പിൻഭാഗത്ത് കാണുന്ന ഹോസ്പിറ്റൽ കേരളത്തിലെ ഒരേ ഒരു സൈക്കോ സൊമാറ്റിക് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. മാനസിക രോഗങ്ങൾ എന്ന് പറയുന്നതിലും നല്ലൊരു മാനസിക അവസ്ഥകൾ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം അതൊരു രോഗമല്ല, നമുക്കൊരു മാനസികമായിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യേണ്ടുന്ന ഒരു വികാരം. അത് ഇമോഷണലി എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ അതേപോലെ ഇത് ഫിസിക്കലി എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയുള്ള രോഗങ്ങളെയാണ് സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മൈഗ്രെയിൻ എന്ന് പറയും. നടുവേദന വരുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇമോഷൻസ് പറയാം ദേഷ്യവും വാശിയാണെന്ന് പറയാം. നമ്മൾ ഈ കാഷായ വസ്ത്രവും കൊടുത്ത് അല്ലെങ്കിൽ മറ്റേ രുദ്രാക്ഷവും ഒക്കെ ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഈ മെഡിറ്റേഷൻ പോസിബിൾ ആവും, സ്പിരിച്വാലിറ്റി പോസിബിൾ ആവും. ഒന്നുമല്ല, നമുക്ക് ടീഷർട്ട് ജീൻസ് വിട്ടും ചെയ്യാം, ടോയ്ലറ്റിൽ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം. അപ്പോൾ ശരിക്കും ഈ ഹോസ്പിറ്റൽ മാനസികാരോഗ്യ കേന്ദ്രമാണോ അതോ ശാരീരിക അസുഖങ്ങളുടെ കേന്ദ്രമാണോ? രണ്ടുമുണ്ട്. കാരണം ഇതെല്ലാം കണക്റ്റഡ് ആണല്ലോ. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇല്ലാതെ ഹാർഡ്വെയർ ഉണ്ടോ? നമ്മൾ അനുഭവിക്കുന്ന മിക്കവാറും ഉള്ള പ്രശ്നങ്ങളെല്ലാം ഹാർഡ്വെയർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ സോഫ്റ്റ്വെയർ കൊണ്ടുണ്ടാകുന്ന ഹാർഡ്വെയർ മാൽ ഫംഗ്ഷനുകളാണ്, ഫംഗ്ഷണൽ പ്രശ്നങ്ങളാണ്. അതായത് മനസ്സ് സോഫ്റ്റ്വെയറും ശരീരം ഹാർഡ്വെയറും. ആദ്യം ഇൻഫ്ലമേഷൻ മാറ്റാനുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുക. ഇൻഫ്ലമേഷനൊക്കെ മാറ്റി അതൊക്കെ ചെറിയ രീതിയിൽ ചെറിയ സ്ട്രെച്ചിങ്ങുകളും യോഗകളും ചെയ്ത് തുടങ്ങി അവരുടെ ആ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറ്റിയെടുത്ത് തുടങ്ങും. എന്നിട്ട് അതിന് ശേഷമാണ് പതുക്കെ ഈ അതിൻ്റെ പിന്നിലുള്ള ഒരു ഈ ദേഷ്യവും വാശിയും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുമൂലമുള്ള മസിൽ സ്പാസം പെർമനൻ്റ് ആയിട്ട് റിലീവ് ചെയ്യാനും സർവമായ ജഗത് മിഥ്യ. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഇമോഷൻസും നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളും അതെല്ലാം നമ്മൾ പറയും വേദന തോന്നുന്നു, വിഷമം തോന്നുന്നു, ഭയം തോന്നുന്നു. തോന്നലാണ്. നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കായംകുളത്തിനടുത്ത് നൂറനാട് എന്ന സ്ഥലത്താണ്. നിങ്ങൾ ഈ പിൻഭാഗത്ത് കാണുന്ന ഹോസ്പിറ്റൽ കേരളത്തിലെ ഒരേ ഒരു സൈക്കോ സൊമാറ്റിക് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. സൈക്കോ സൊമാറ്റിക് എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് എൻ്റെ കൂടെ ഉള്ളത് ഈ സ്ഥാപനത്തിൻ്റെ തലവനായ ഡോക്ടർ അശ്വിനാണ്. നമസ്കാരം ഡോക്ടർ അശ്വിൻ. നമസ്കാരം. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താണ് ഈ സൈക്കോ സൊമാറ്റിക് എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറുടെ ഒരു വാചകത്തിൽ പറഞ്ഞു തന്നത് നമ്മുടെ മാനസിക രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ വളരെ വിപുലവും വളരെ കോംപ്ലക്സുമായിട്ടുള്ള കാര്യമാണ് ഡോക്ടർ പറഞ്ഞത്. ഇത് ബേസിക്കലി ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്. പക്ഷേ ഇവിടെ യോഗയും അതുപോലെ ഹോളിസ്റ്റിക് അപ്രോച്ചും പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാനിനി പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം അയ്യോ ഇത് എനിക്കുമുള്ള രോഗമാണല്ലോ എന്ന്. ആ തരത്തിലുള്ള കുറേ രോഗങ്ങളെപ്പറ്റിയാണ് ഡോക്ടർ പറഞ്ഞത്. അതിൽ പലതും ശാരീരിക രോഗങ്ങളല്ല, മാനസിക രോഗങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും ഞാൻ പറഞ്ഞ ആഴത്തിലുള്ള വിഷയമാണ്. കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന്, അല്ലേ? അപ്പോൾ ഈ സൈക്കോസൊമാറ്റിക് അത് തന്നെ നമുക്ക് പിടിക്കാം. എന്താണ് സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്നത്? മാനസിക രോഗങ്ങൾ മൂലം ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളല്ലേ നമ്മൾ പറയുന്നത്. മാനസിക രോഗങ്ങൾ എന്ന് പറയുന്നതിലും നല്ലൊരു മാനസിക അവസ്ഥകൾ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം അതൊരു രോഗമല്ല. നമുക്കിപ്പോൾ ഒരു മനുഷ്യന് ഇപ്പോൾ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പലതരം മാനസിക സമ്മർദ്ദങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു കോളേജിൽ പുതിയതായിട്ട് ഒരു +2 ഒക്കെ കഴിഞ്ഞ് കോളേജിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാവും. കോളേജിൽ പഠിക്കാൻ പോയി അവിടുത്തെ ഒരു ഒറ്റപ്പെടൽ കൊണ്ട് ചില സമ്മർദ്ദങ്ങളുണ്ടാവും. കല്യാണത്തിന് മുന്നേ ഉണ്ടാവും, ജോലി കിട്ടുന്നതിന് മുന്നേ ഉണ്ടാവും, റിട്ടയർമെൻറ്റ് സമയത്തുണ്ടാവും. അങ്ങനെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഈ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ടാവും. അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനം. അതിന് രോഗമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ഘട്ടങ്ങളിലും അത് ശാരീരികമായിട്ട് എക്സ്പ്രസ് ചെയ്യപ്പെടാം. അതായത് ഇപ്പോൾ നമുക്കൊരു മാനസികമായിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യേണ്ടുന്ന ഒരു വികാരം, ഒരു ദേഷ്യമായിക്കോട്ടെ, വിഷമമായിക്കോട്ടെ, ഭയമായിക്കോട്ടെ, അത് ഇമോഷണലി എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ അത് സപ്രസ് ചെയ്യപ്പെട്ടാൽ അതപ്പോൾ പുറത്തു വരാൻ അതിൻ്റെ ഒരു വഴി കണ്ടുപിടിക്കും. നമ്മളൊരു സുഗമമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയെ നമ്മളിങ്ങനെ ഒരു തണ കെട്ടിയേ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒത്തിരി നാശം ഉണ്ടാക്കുക. അതേപോലെ ഇത് ഫിസിക്കലി എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയുള്ള രോഗങ്ങളെയാണ് സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ എന്ന് പറയുന്നത്. വിശദമായിട്ട് വരുന്നതിന് ഒരു ഉദാഹരണം പറയാമോ? ഏറ്റവും കോമൺലി കാണപ്പെടുന്ന ഉദാഹരണം ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മൈഗ്രെയിൻ എന്ന് പറയും, തലവേദന. നമ്മളെപ്പോഴും പറയും ഈ നമുക്ക് ദേഷ്യം വരുമ്പം തലവേദന വരുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുമെന്ന് പറയും. പക്ഷെ നേരെ തിരിച്ചാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ദേഷ്യം കൊണ്ടാണോ തലവേദന? അതുപോലെ നമ്മൾ വളരെ കോമൺ ആയിട്ട് ദേഷ്യം അങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിട്ട് അത് തലവേദനയായിട്ട് മൈഗ്രെയിനായിട്ട് വെളിയിൽ വരുന്നു. അതെ. അതുപോലെ മൈഗ്രെയിനായിട്ട് വരുന്ന പലരും പറയുന്നൊരു കാര്യമാണ് ഞാനങ്ങനെ ദേഷ്യപ്പെടാറേ ഇല്ല, എനിക്കങ്ങനെ ദേഷ്യം തോന്നാറേ ഇല്ല. സ്ഥിരം പറയുന്നൊരു കാര്യമാണ്. ശരിക്കും അവർ ചിലർ പക്ഷേ പറയും എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടെന്ന് പറയും. പക്ഷെ കൂടുതൽ ആളുകളും പറയുന്നത് എനിക്കങ്ങനെ ദേഷ്യം തോന്നാറേ ഇല്ല, ഞാനങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കാറേ ഇല്ലെന്നാണ് പറയുന്നത്. പ്രകടിപ്പിക്കാറേ ഇല്ല, അതാണ് പ്രശ്നം. അപ്പോൾ അതിനെ നമ്മൾ ചികിത്സിക്കുന്നത് എങ്ങനെയാണ്? അത് ശാരീരികവും ശരിക്കും പറയാം തലവേദന ഉണ്ടല്ലോ, ഇല്ലേ? മൈഗ്രെയിൻ ഉണ്ട്. ഇതുവഴിയാണ് വന്നെങ്കിൽ പോലും, മാനസിക പ്രശ്നം കൊണ്ടാണ് വന്നെങ്കിൽ പോലും. അപ്പോൾ ഇതിനെ ചികിത്സിക്കുന്ന മാനസിക രോഗത്തിനുള്ള ചികിത്സയാണ് കൊടുക്കുന്നത്, ശാരീരികമായ രോഗത്തിനുള്ള ചികിത്സ? രണ്ടും വേണം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഉദാഹരണം പറഞ്ഞല്ലോ, ഒരു ടൈറ്റ് കോറിഡോറിലൊരു മേശ കുടുങ്ങിപ്പോയൊരവസ്ഥയായത്. നമ്മൾ ആ മേശയുടെ ഒരു വശത്ത് മാത്രം പിടിച്ച് വലിച്ചാൽ മറ്റേ വശം കയറി കുടുങ്ങിയിരിക്കുമല്ലോ. അവിടെ പിടിച്ച് മാത്രം വലിച്ചാൽ ഇപ്പുറം കയറി കുടുങ്ങിയിരിക്കും.
അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സൈക്കോസൊമാറ്റിക് അവസ്ഥയിൽ നമ്മൾ എത്ര അവരെ മാനസികമായിട്ട് ഫിസിക്കലി ഓക്കെ ആവാതെ മാനസികമായിട്ട് മാത്രം ഓക്കെ ആക്കാൻ ശ്രമിച്ചാൽ ഫുൾ ഓക്കെ ആവില്ല. അതുപോലെ മാനസികമായിട്ട് ഓക്കെ ആക്കാതെ ഫിസിക്കലി ഓക്കെ ആക്കാൻ നോക്കിയാൽ രണ്ടും ഒരേ സമയം നോക്കണം. അപ്പോൾ ഈ മൈഗ്രെയിന് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ശമനം കിട്ടും. പക്ഷേ അത് തിരിച്ചു വരാതിരിക്കില്ല, അത് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു റെക്കറൻസ് ഒഴിവാക്കാൻ നമുക്ക് ഈ സൈക്കോളജിക്കൽ അപ്രോച്ചും ഉണ്ടായ അക്യൂട്ടായിട്ടുള്ള ഒരു പ്രശ്നത്തിനെ ഒഴിവാക്കാൻ വേണ്ടി ആയുർവേദിക് അപ്രോച്ച്. ശരി. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ എത്ര വർഷമായി തുടങ്ങിയിട്ട്? 5 വർഷം. 5 വർഷം. എന്തുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നത്? ഇപ്പം ആയുർവേദ ഹോസ്പിറ്റൽ നമ്മുടെ മനസ്സിലെപ്പോഴും വരുന്ന വീഴ്ചിലതൊക്കെയാണല്ലോ. അതിനൊക്കെ പറയും ഇങ്ങനെ സൈക്കോസൊമാറ്റിക് അസുഖങ്ങളുടെ ചികിത്സയിലേക്ക് വരാൻ എന്താ കാരണം? കാരണം ശരിക്കും എൻ്റെ അമ്മാവനാണ്. അമ്മാവൻ ഒരു അത്യാവശ്യം കേരളത്തിൽ നന്നായിട്ട് അറിയപ്പെടുന്ന ഒരു ആയുർവേദ ഡോക്ടറാണ്. ഡോക്ടർ രാംമോഹൻ എന്നാണ് പേര്. അപ്പം അമ്മാവൻ വേദഗ്രാം എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു മദർ കൺസേൺ ഓമല്ലൂരുണ്ട്. അപ്പം അമ്മാവൻ്റെ കൂടെ ആയിരുന്നു ഞാൻ. അപ്പോൾ അതൊരു കേരളത്തിലെ ആദ്യത്തെ ഒരു ഇൻ്റഗ്രേറ്റഡ് ഹോസ്പിറ്റലാണ്. അലോപ്പതി ആയുർവേദ ഇൻ്റഗ്രേറ്റ് ചെയ്തുള്ള ആദ്യത്തെ ഹോസ്പിറ്റൽ എന്ന് പറയും. അപ്പം അമ്മാവൻ അന്ന് തൊട്ടേ പറയും പല അസുഖങ്ങളും നമ്മളിങ്ങനെ കൈകാര്യം ചെയ്യും. പ്രത്യേകിച്ച് നടുവിന് വേദനയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ നടുവിന് വേദന ഒരു ഫങ്ഷണലാണ്, അവിടെ ഒരു സ്ട്രക്ചറൽ ഇഷ്യൂ ഒന്നുമില്ല, അതൊരു ഫങ്ഷണൽ ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ഇതൊരു സ്ട്രെസ് കൊണ്ടുണ്ടാകുന്നതാണെന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ഞങ്ങളതിനെ മാനേജ് ചെയ്യാൻ പല വഴികൾ നോക്കി. ഒരു സൈക്കോളജിസ്റ്റിനെ വേറെ കൗൺസിലിംഗ് കൊടുത്തു നോക്കി. അന്നേരമൊക്കെ അത് കുറേ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് നടുവിന് വേദനയാണെന്ന് പറഞ്ഞു, പക്ഷേ ഡോക്ടർ എനിക്ക് എന്നെ വട്ടിന് ചികിത്സിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ മനസ്സിലായില്ലേ, അങ്ങനെ രീതിയിലോട്ട് പോയി. പിന്നെ അവസാനം പിന്നെ ഞാൻ സൈക്കോളജി പഠിക്കാമെന്ന് തീരുമാനിച്ചത്. അതിനോടൊപ്പം എനിക്കും ചെറിയ ചെറിയ നടുവിന് വേദനകൾ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പുറകെ പോയി നമ്മൾ അതിൻ്റെ പിന്നിലുള്ള ഞാൻ തന്നെ സൈക്കോളജി പഠിക്കാൻ തീരുമാനിച്ചു. അവസാനം ഞാൻ തന്നെ കൗൺസിലിംഗ് ചെയ്തു തുടങ്ങി. പിന്നെ യോഗയിൽ ഇൻട്രസ്റ്റഡ് ആയി, യോഗ പഠിച്ചു. മെഡിറ്റേഷനിൽ ഇൻട്രസ്റ്റ്, ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷനിലുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഈ സൈക്കോളജി പഠിക്കാൻ പോയത്. അങ്ങനെ ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിച്ച് മെഡിറ്റേഷൻ ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ടാർഗറ്റ്. അങ്ങനെ ഒരു വഴി കൂടാണ് ഈ ഒരു വഴിയിലേക്ക് നമ്മൾ പറയില്ലേ ഒച്ചഴിഞ്ഞ അക്ഷരമാവുക എന്ന് പറയില്ല. അല്ല നമ്മളിങ്ങനെ പർപ്പസ്ഫുള്ളി ഇതാവണമെന്ന് കരുതി വന്നതല്ല, പക്ഷെ ഇങ്ങനെ സാഹചര്യങ്ങൾ നമ്മളെങ്ങനെ അവിടെ എത്തിച്ചു. അപ്പോൾ ഞാൻ തുടക്കത്തിൽ എൻ്റെ പേര് പറഞ്ഞില്ല കേട്ടോ, ഞാൻ ഇൻട്രോ പറഞ്ഞപ്പോഴത്തേക്ക് അത് വിട്ടുപോയി. വേദ ആയുർഗ്രാം എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര്. അപ്പോൾ ഈ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം, നടുവേദനയാണ് ഇപ്പോൾ എല്ലാവരുടെ ഒരു 90% ആൾക്കാരുടെ ഒരു നടുവേദനയുണ്ട്. അപ്പോൾ അത് നമ്മുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ ഈ ഒരു അപ്രോച്ച് എന്ന് പറയുമ്പോൾ നടുവേദന ഇല്ലേ ശരിക്കും? അപ്പോൾ നടുവേദന വരുന്നത് ഈ ഒരു മാനസിക രോഗത്തിൻ്റെ തുടക്കമാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ഒത്തിരി തെറ്റിദ്ധാരണ ഉണ്ടാക്കണം നമ്മളിത് പറയുമ്പോൾ. കാരണം അപ്പോൾ ആളുകൾ വിചാരിക്കും അപ്പോൾ ഈ നടുവിന് വേദന ഇല്ലാത്ത ഒരു സാധനമാണോ, തോന്നലാണോ? അങ്ങനല്ല. നടുവിന് വേദനയുണ്ട്, നടുവിന് വേദന റിയലാണ്. നടുവിന് വേദനയ്ക്ക് കാരണമാകുന്ന സ്ട്രക്ചറലായിട്ടുള്ള ചേഞ്ചസും എല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്ക് നയിക്കുന്നത് ഒരു സ്ട്രെസ്സാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നടുവിന് വേദന വരുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇമോഷൻസ് എന്ന് പറയാം ദേഷ്യവും വാശിയാണെന്ന് പറയാം. ഒരു ഡോക്ടർ ജോണി സാർണോ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ ഫിസിഷ്യൻ ഉണ്ട്. അദ്ദേഹമാണ് ശരിക്കും ആദ്യം ഇങ്ങനെ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. TMS എന്നാണ് അതിനെ പറയുന്നത്, ടെൻഷൻ മയോസൈറ്റിസ് സിൻഡ്രോം. അപ്പോൾ നമ്മൾ നടുവിന് വേദന ഉണ്ടാകുന്നതിൻ്റെ കാരണം ഒരാൾ ദേഷ്യവും വാശിയും ഉള്ള ഒരാളാണെങ്കിൽ അയാളുടെ ഒരു എന്താ പറയുക ഈ TMS മൂലം അയാളുടെ എന്താ പറയുക നെർവ്സ് ഹൈപ്പർ ആക്റ്റീവ് ആവും. ടെൻഷൻ മൂലം നെർവ്സ് ഹൈപ്പർ ആക്റ്റീവ് ആവും. ഈ പറയുന്ന ഇമോഷൻസ് മൂലം നെർവ്സ് ഹൈപ്പർ ആക്റ്റീവ് ആകുമ്പോൾ ന്യൂറോ മസ്കുലർ ആക്ടിവിറ്റി, തലച്ചോറിനും മസിലുകൾക്കും ഇടയിലുള്ള ഇൻട്രാക്ഷനെയാണ് ന്യൂറോ മസ്കുലർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് വർദ്ധിക്കുന്നു. അത് വർദ്ധിച്ചിട്ട് ഗ്രാജുവലി മസിൽ സ്പാസം കൂടുതലുണ്ട്, മസിലുകളുടെ മുറുക്കം കൂടും. ഈ മസിലുകൾ തുടർച്ചയായിട്ട് മുറുകിയിരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ മൂവ്മെൻറ്റ് ജെർക്കി ആവാൻ തുടങ്ങും, സ്റ്റിഫ് ആവാൻ തുടങ്ങും. കണ്ടിന്യൂസ് മസിൽ സ്പാസം കൊണ്ട് ഇൻഫ്ലമേഷൻസ് വരാൻ തുടങ്ങും. പിന്നെ ഈ മൂവ്മെൻറ്റ് ജെർക്കി ആയതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ ഡീജനറേഷനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് പല ഡിസ്ക് ഡീജനറേഷനും ഡിസ്ക് ബൾജും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്, ബാക്ക് പെയിൻ ഉണ്ടാകുന്നത്. അപ്പം ഇനിഷ്യലി ഇതൊരു മസ്കുലറായിട്ട് മാത്രമായിരിക്കുന്നത്, മസിൽ സ്പാസം, മസിൽ പെയിൻ അങ്ങനെ ഒരു നിലയിൽ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മെഡിറ്റേഷനും സ്ട്രെച്ചിങ്ങും കൊണ്ട് മാത്രമേ ഇതിനെ ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൽ തൊടാതെ ഞങ്ങൾ നടുവിന് വേദന മാറ്റിയിട്ടുണ്ട്. അല്ല, പക്ഷേ ഡിസ്കിൻ്റെ ഒരു ഡീജനറേഷൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് അവിടെ ഇല്ലേ? അതൊരു പ്രശ്നമായിട്ടുണ്ട്. അതിനെ മാനേജ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾക്ക് അതിനെ മാനേജ് ചെയ്യാൻ ആയുർവേദ ഒരു തെറാപ്പിയും കൂടെ വേണം. അതായത് ഇപ്പോൾ നമ്മൾ പറയില്ലേ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ബോൾ പോലൊരു സ്ട്രക്ചർ, അകത്ത് ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുള്ള ഹാർഡായിട്ടുള്ള ഒരു ബോൾ പോലൊരു സ്ട്രക്ചറാണ്. 2 വേർട്ടിബ്രയ്ക്കിടയിലായിരിക്കുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് പ്രഷർ വരുമ്പോൾ ഒരു സൈഡിലേക്ക് ബൾജ് ചെയ്യും. അപ്പോൾ അങ്ങനെ ബൾജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് കാരണം? ഈ സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സിൻ്റെ വീക്ക്നെസ് അല്ലെങ്കിൽ ഓവർ സ്റ്റിഫ്നെസ്, ഇത് രണ്ടും കാരണമാണ് ഇതിനിടയ്ക്കുള്ള ഇൻ്റർവേർട്ടിബ്രൽ ഡിസ്ക് സ്പേസിലെ പ്രഷർ വർദ്ധിക്കുന്നത്. അപ്പോൾ ഈ പ്രഷർ വർദ്ധിക്കുന്നതിൻ്റെ പിന്നിലെ കാരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് മസിൽ സ്പാസം, ടെൻഷൻ മൂലമുള്ള മസിൽ സ്പാസവും അവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ തോട്ട് പ്രോസസ്സ്. അപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞത് ഡോക്ടർ ജോണി സാറിന് പുള്ളി പറഞ്ഞത് ഈ നടുവേദന ഉണ്ടാകുന്ന ആളുകളെല്ലാം
ദേ ആർ ഐദർ സക്സസ്ഫുൾ ഓർ ട്രൈയിങ് ടു ബി സക്സസ്ഫുൾ എന്നാണ് ഓ പറയുന്നത്. ശരി. നമ്മുടെ ഒരു ഓടിയിട്ട് അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. അതാണ് ഞാനന്ന് പറഞ്ഞില്ല, നമ്മുടെ ഈ ഞാനൊരു ക്വിഡ് വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ശരിക്കറിയില്ല അതിന് പവർ, അതിൻ്റെ ഓട്ടോമാറ്റിക് വിടാൻ പോയി ചവിട്ടിയെ കയറത്തില്ല. അപ്പോൾ പെട്ടെന്ന് ആ വണ്ടി എടുത്തു കഴിഞ്ഞ് കുറേ നാൾ എനിക്ക് നടുവിന് തന്നെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ ഇത് പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെയിൻ നമ്മുടെ നടുവിൽ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരാൾ നടുവിനായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ ചികിത്സയുടെ രീതി? എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഇയാളെ കൗൺസിൽ ചെയ്യണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ ആദ്യം ഇൻഫ്ലമേഷൻ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. ഇപ്പോൾ നല്ലൊരു പെയിൻ ആണെങ്കിൽ ആദ്യമേ പിടിച്ച് കൗൺസിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ചീത്ത പറയും. ആദ്യം ഇൻഫ്ലമേഷൻ മാറ്റാനുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുക. ഇൻഫ്ലമേഷനൊക്കെ മാറ്റി പതുക്കെ ചെറിയ രീതിയിൽ ചെറിയ സ്ട്രെച്ചിങ്ങുകളും യോഗകളും ചെയ്ത് തുടങ്ങി അവരുടെ ആ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറ്റിയെടുത്ത് തുടങ്ങും. എന്നിട്ട് അതിന് ശേഷമാണ് പതുക്കെ ഈ അതിൻ്റെ പിന്നിലുള്ള ഒരു ഈ ദേഷ്യവും വാശിയും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുമൂലമുള്ള മസിൽ സ്പാസം പെർമനൻ്റ് ആയിട്ട് റിലീവ് ചെയ്യാനും. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇപ്പോൾ അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇൻഫ്ലമേഷനൊക്കെ ഇവിടുത്തെ ചികിത്സ ഒരു ശാരീരിക ചികിത്സ കഴിഞ്ഞ് തിരിച്ചു പോയാലും വേണേൽ തിരിച്ചു വരാം ഈ ദേഷ്യമൊക്കെ ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചല്ലേ? തിരിച്ചു വരാം. അതല്ല, പൂർണ്ണമായിട്ട് മാറത്തുമില്ല. ഇപ്പം നമുക്കത് മനസ്സിലാവുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ആദ്യം വരും, അപ്പോൾ ഇൻഫ്ലമേഷനൊക്കെ മാറ്റും, വേദനയൊന്ന് റിലീവ് ആവും, യോഗയൊക്കെ ചെയ്തു തുടങ്ങും, സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തു തുടങ്ങുമ്പോൾ ഒന്ന് ഫ്രീ ആവും. പക്ഷേ അത് തന്നെ പറയും ഫ്രീ ആയി, പക്ഷേ എന്തോ ഒരു പിടുത്തം ബാക്കി കിടപ്പുണ്ട്. അതിങ്ങനെ നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്ത് പോയി അതിൻ്റെ ഒരു റൂട്ട് കോസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സ്പാസവും ആ ഒരു പിടുത്തവും നന്നായിട്ട് ഫ്രീ ആവും. വളരെ ഈസി ആയിട്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്കാണ്. പിന്നെ ഇത് പ്രശ്നം ഇങ്ങനെ ഒരു റെക്കറൻസും പിന്നെ ഉണ്ടാവാറില്ല. ശരി. ഈ മൈഗ്രെയിൻ്റെ കാര്യത്തിലും അങ്ങനെയാണോ? മൈഗ്രെയിൻ്റെ കാര്യത്തിലും അങ്ങനെയല്ല. മൈഗ്രെയിൻ ആ റൂട്ട് കോസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷേ ഞാൻ ബേസിക്കലി ജനിച്ചത് ഒരു കോപം അല്ലെങ്കിൽ ദേഷ്യമൊക്കെ കൂടെ ഒരാളായിട്ടാണെങ്കിൽ ഡോക്ടർക്ക് കുറച്ച് കാലത്തെ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുമോ? നമ്മുടെ ഒരു ബേസിക് നേച്ചറൊന്നും മാറ്റാൻ പറ്റില്ല. ബേസിക് നേച്ചറിനെ മാറ്റാൻ പറ്റില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ ഈ നമ്മൾ അക്യൂമുലേറ്റഡ് ഇമോഷൻസിനെയാണ് നമ്മൾ ശരിക്കും മാറ്റുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സിറ്റുവേഷനും ഒരാളുടെ ഒരു ഇമോഷനെയും ട്രിഗർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു സിറ്റുവേഷനും ഒരു ഇമോഷനെയും ക്രിയേറ്റ് ചെയ്യുന്നില്ല, അത് ട്രിഗർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ട്രിഗർ ചെയ്യുന്നത് എന്തിനെയാണ്? അവരുടെ ഉള്ളിൽ അക്യൂമുലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ഇമോഷനെയാണ് ഇത് എന്ന് ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ അക്യൂമുലേറ്റ് ചെയ്ത് കിടക്കുന്ന ആ സാധനത്തിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ ഒന്നിനെയും ട്രിഗർ ചെയ്യാനില്ലല്ലോ. അപ്പം അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു സിറ്റുവേഷനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ സിറ്റുവേഷനെ ഓരോരുത്തരും കാണുന്ന രീതി നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക, ഒരു കാഴ്ചപ്പാട് മാറുമ്പോൾ അവരതുവരെ കണ്ടുകൊണ്ടിരുന്നൊരു ലോകമായിരിക്കില്ല അവർ കാണുന്നത്. ചിലപ്പോൾ അവർ വളരെ, നമ്മൾ ഡിപ്രഷൻ എന്നൊക്കെ പറയും, ഭയങ്കര വിഷമത്തോടു കൂടിയായിരിക്കും ആളുകൾ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നതാണ് എനിക്ക് എല്ലാം ഉണ്ട്, പക്ഷേ അങ്ങോട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല, സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും പറഞ്ഞ് അൾട്ടിമേറ്റ്ലി പറയുന്നത് എനിക്കൊന്ന് സന്തോഷിക്കണം, ഒന്ന് ആസ്വദിക്കണം. ഇതാണ് എല്ലാവരുടെയും ഒരു ടാർഗറ്റായിട്ട് പറയുന്നത്. അപ്പോൾ ആസ്വദിക്കാനുള്ള വകകളെല്ലാം അവിടെ ഉണ്ട്. അവരുടെ പെർസെപ്ഷൻ്റെ പ്രശ്നമാണ്. പെർസെപ്ഷൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് ഈ ഒരു ഇമോഷണൽ അക്യൂമുലേഷൻ മൂലമാണ്. ഈ സെയിം ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇപ്പം നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. ഡിപ്രഷൻ വരുന്നു, ആത്മഹത്യ ചെയ്യുന്നു, ഇതൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഡിപ്രഷൻ ഇവിടെ ഈ കൃത്യമായി എന്തുകൊണ്ട് ഡിപ്രഷൻ വരുന്നത് കണ്ടെത്തി നമ്മൾ ചികിത്സിക്കുകയല്ല ചെയ്യുന്നത്. അത് പക്ഷേ ശാരീരികമായ ചികിത്സ പിന്നെ ആവശ്യമുണ്ടോ? ഈ ഡിപ്രഷന് വേണ്ടി വരും. കാരണം ഒരു ഡിപ്രഷൻ എന്ന് പറയുമ്പം ഒരാളൊരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുകയാണ്. അവിടുന്ന് അയാൾ പൂർണ്ണമായിട്ടും കരകയറി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് തനിയെ കയറി വരാൻ പറ്റുന്നില്ല. അവിടെ എക്സ്റ്റേണൽ സപ്പോർട്ട് വേണമെന്നുള്ളതാണ് അതിൻ്റെ ആഗ്രഹം, അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവർ പല സ്ഥലങ്ങളിൽ പല കൗൺസിലിങ്ങിനും ഒക്കെ പോയിട്ട് തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അവർ അഡ്രസ്സ് ഒരാൾക്കൊരു പ്രശ്നം സ്വയം സോൾവ് ചെയ്യാൻ പറ്റാതാവുന്ന, അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു പ്രോബ്ലം ഉള്ളിൽ കിടക്കുന്നത്. ഉദാഹരണത്തിന് എൻ്റെ ഉള്ളിലൊരു ഭയം കിടക്കുകയാണ്. അപ്പോൾ ഈ ഭയം എന്ന് പറയുന്ന സാധനം നമുക്കൊരിക്കലും അങ്ങ് ഓടിക്കയറി, ഭയമുള്ളൊരു മുറിയിലോട്ട് നമ്മൾ ഓടിക്കയറി ചെല്ലും. അത് ഭയങ്കര ഫ്രിക്ഷനാണ്. എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ദേഷ്യം ഉണ്ടെന്ന് കരുതി അവിടെ ഒരു ഈഗോ കയറി ഇടയ്ക്ക് നിൽക്കുകയാണ്. ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്യും. അപ്പോൾ ഭയങ്കര ഫ്രിക്ഷൻ ഉള്ളൊരു പ്രോസസ്സ്. ആ ഫ്രിക്ഷനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ഈ ആയുർവേദത്തിലെ തെറാപ്പികളുണ്ടല്ലോ, ശിരോധാര പോലത്തെ സാധനങ്ങൾ, ഇൻറ്റേർണൽ മെഡിസിൻസ്, അങ്ങനെയൊക്കെ ചെയ്ത് നെർവ്സിനെ ഒന്ന് കാം ഡൗൺ ചെയ്യിക്കുമ്പം നമ്മുടെ ഈ മെഡിറ്റേഷൻ, ആ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഭയങ്കര ഈസിയാവും. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറം ഒരു പ്രോബ്ലം സോൾവിങ്ങിനെ സഹായിക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ ഒരു മരുന്നും അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ തെറാപ്പീസും നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഒരു ഇമോഷണൽ പ്രശ്നത്തിൻ്റെ, ഈ പറയുന്ന ഡിപ്രഷൻ ആയിക്കോട്ടെ, ആങ്സൈറ്റി ആയിക്കോട്ടെ, ഫോബിയകളായിക്കോട്ടെ, അങ്ങനത്തെ ഒരു മാനസിക പ്രശ്നത്തിനും പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. ഒരു താൽക്കാലിക ആശ്വാസം കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് റെക്കർ ചെയ്ത് വരാമെന്നാണ് അല്ലേ? റെക്കർ ചെയ്ത് മെഡിസിൻ കൊണ്ട് മാത്രം മാനേജ് ചെയ്യുന്നതെങ്കിൽ റെക്കർ ചെയ്ത് വരാം. നമ്മൾ പക്ഷേ ഈ ഇൻട്രോസ്പെക്ഷനിലൂടെ റൂട്ട് കോസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് സോൾവ് ചെയ്താൽ അത് റെക്കറൻസ് ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, അവർക്കതങ്ങ് മറക്കാം. അവർ എന്ന് പറഞ്ഞാൽ പലരും ഇങ്ങനെ നമ്മുടെ ഒരു ഫൈനൽ സെഷനൊക്കെ കഴിഞ്ഞ് കണ്ണ് തുറക്കും, ഇങ്ങനെ പറയും
ഓ ഈ മുറിയിൽ ഇത്രയും പ്രകാശം ഉണ്ടായിരുന്നു. മീൻസ് അവരുടെ ഒരു മൊത്തത്തിൽ ആ ഒരു വിഷൻ തന്നെ ചേഞ്ച് ചെയ്യും. എല്ലാത്തിലും ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ഫുള്ളായിട്ട് സോൾവ് ചെയ്തു എന്ന് നമുക്ക് അവകാശപ്പെടണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴും അതിൻ്റെ ഒരു എൻഡ് ചൈൽഡ്ഹുഡിൽ എത്തുമ്പോഴാണ്. ആണല്ലേ? എല്ലാത്തിൻ്റെയും തുടക്കം നമ്മൾ ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള സക്സസ്ഫുള്ളായിട്ട് സോൾവ് ചെയ്തിട്ടുള്ള എല്ലാ പ്രശ്നത്തിൻ്റെയും റൂട്ട് ചൈൽഡ്ഹുഡിലായിരിക്കും. ആ കാലത്തുണ്ടായ എന്തെങ്കിലും ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ? ഇപ്പോൾ ചൈൽഡ്ഹുഡിലുണ്ടായ ട്രോമ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ചൈൽഡ്ഹുഡിലെ ചില പ്രിവിലേജുകളും ഒരാളെ വൾണറബിൾ ആക്കും. ഓക്കെ. വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് പിന്നെ ഉണ്ടാകുന്ന ഒരു ഇതും അവരെ അന്നേരം അതിൻ്റെയും കാരണം ഈ പ്രിവിലേജ് തന്നെയാണ്, അവരുടെ കൊച്ചിലെ ഉണ്ടായ പ്രിവിലേജുകൾ. ഞാൻ എപ്പോഴും പലയിടത്തും ഉദാഹരണം പറയുന്നൊരു കാര്യമാണ് നമ്മുടെ സിനിമ നടൻ കലാഭവൻ മണിയില്ല. പുള്ളി ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, പക്ഷേ പുള്ളിയുടെ മരണത്തിന് കാരണമായതുവരെ പുള്ളിയുടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒന്ന് ചിന്തിച്ചു, പുള്ളി എല്ലാ ഇൻ്റർവ്യൂകളിലും കൊച്ചിലത്തെ ട്രോമകളെക്കുറിച്ചും കൊച്ചിലത്തെ വിഷമങ്ങളെക്കുറിച്ചും പറയുകയും ചെയ്യും, കരയുകയും ചെയ്യും, അവസാന കാലം വരെയും കരയുകയും. പുള്ളിക്ക് അതിനോടൊപ്പം ചെറിയൊരു അഡിക്ഷൻസ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഒരു അഡിക്ഷനിലേക്ക് നയിച്ചത് എല്ലാ അഡിക്ഷൻ്റെ പിന്നിലും. പക്ഷേ നമ്മൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ പഴയ ചൈൽഡ്ഹുഡ് പ്രശ്നങ്ങളെ ട്രോമ ഹീൽ ചെയ്യാതെ കിടക്കുന്നുണ്ട്. സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ ഹീൽ ചെയ്യുന്ന ആളുകളുണ്ട്, സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ആ ട്രോമ കിടക്കുന്ന ആളുകളുണ്ട്. ഞാനപ്പോൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, പുള്ളിയുടെ ആ ഒരു ട്രോമയെ ഹീൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ പുള്ളിക്ക് ആ സക്സസ്സിനെ ഈ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം ഉണ്ട്, എനിക്കൊന്ന് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ആ ഉള്ളതിനെ എല്ലാം ഒന്ന് പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മനസ്ഥിതി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ അത് വേറെ ലെവലായേനെ. നമ്മളിപ്പോൾ ഇതിൽ സുശാന്ത് സിംഗ് രാജ്പൂത് ആത്മഹത്യ ചെയ്തില്ലേ, പുള്ളിക്ക് എന്തില്ലാഞ്ഞിട്ടാണ് നമ്മളങ്ങനെ ചിന്തിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് നമ്മൾ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉള്ളവരെല്ലാം ആസ്വദിക്കുന്നു എന്ന് പറയുന്നത് വലിയ ഡിപ്രഷൻ അധികം കണ്ടിരിക്കുന്നത്, അതുപോലെ നല്ല വലിയ ഉയർന്ന നിലയിലൊക്കെ ജീവിക്കുന്ന അല്ലേ, അങ്ങനെയാണ് ഞാൻ അധികം കണ്ടിരിക്കുന്നത്. തീരെ പാവപ്പെട്ടവരുടെ കാര്യത്തിലല്ല ഡിപ്രഷൻ അധികം വരുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡിപ്രഷൻ പറഞ്ഞു, അതുപോലെ തന്നെ നടുവിൻ്റെ പ്രശ്നം പറഞ്ഞു, പിന്നെ മൈഗ്രെയിൻ പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് കോമൺലി ഡോക്ടർ ഇവിടെ ചികിത്സിക്കുന്ന ഇത്തരത്തിലുള്ള അസുഖങ്ങൾ? ഇവിടെ പിന്നെ ഇത്തരത്തിലുള്ള കുറേ ഇപ്പം നമ്മൾ സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ഈ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. തൈറോയിഡ് പ്രശ്നങ്ങൾ അക്യൂട്ട് സ്റ്റേജിൽ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാം. ക്രോണിക്കായി അവിടെ ഒരു തൈറോയിഡൈറ്റിസ് ആയിട്ട് അവിടുത്തെ ഒരു സെൽ ഡാമേജ് പെർമനൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടാണ്. പക്ഷേ അതിന് മുമ്പുള്ള കണ്ടീഷൻ ഞങ്ങൾ റിവേഴ്സ് ചെയ്ത കേസുകളുണ്ട്. അപ്പോൾ തൈറോയിഡൊക്കെ ഏത് അവസ്ഥയിലാണ് ഇവിടെ വരേണ്ടത് ശരിക്കും? ഇമ്മീഡിയറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്ന അവസ്ഥയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ക്രോണിക് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ, നമ്മൾ തൈറോയിഡ് എന്ന് പറയുന്ന എല്ലാ തൈറോയിഡും തൈറോയിഡൈറ്റിസ് എന്ന് പറയും, ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ്. അതായത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം നമ്മുടെ ശരീരത്തിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ. അതുമൂലം തൈറോയിഡ് ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടായി ക്രോണിക് ആയി കഴിഞ്ഞാൽ ആ സെൽ ഡാമേജ് പെർമനൻ്റ് ആവും, പിന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ അക്യൂട്ട് സ്റ്റേജിൽ നമ്മളങ്ങനെ റിവേഴ്സ് ചെയ്യട്ടെ. എൻ്റെ വൈഫിന് തന്നെ തൈറോയിഡ് പോസിറ്റീവായിട്ട് കാണിച്ചിട്ട് ഇപ്പോൾ 3 വർഷമായി, 5 വർഷമായി. അപ്പം അതിനുശേഷം ഞങ്ങൾ ഈ കുറച്ച് മെഡിറ്റേഷൻ കൗൺസിലിംഗ് ആ ഒരു തരത്തിലൂടെ ഒരു സ്ട്രെസ് മാനേജ്മെൻ്റ് ഒക്കെ നടത്തിയ തൈറോയിഡ് നോർമലായി. പിന്നെ ഇപ്പോഴും പുള്ളിക്കാരുടെ തൈറോയിഡ് നോർമലാണ്, മെഡിസിൻസ് ഒന്നും കഴിക്കുന്നില്ല. അങ്ങനെ കുറേ കേസുകളുണ്ട്, നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്, കുറേ കേസുകൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഏതാണ് സ്ഥിരം വരുന്ന അസുഖങ്ങൾ? സ്ഥിരം വരുന്ന പിന്നെ ഒരു സൈക്കോസൊമാറ്റിക് ഡിസീസ് അല്ല, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഞങ്ങൾ ഭയങ്കരമായിട്ട് വരുന്നത്. എന്നാൽ അധിക സ്ഥലങ്ങളിൽ മാനേജ് ചെയ്യാത്ത, അധികം ആളുകൾ കേട്ടിട്ടില്ലാത്ത, എന്നാൽ ഭയങ്കര അവയർനെസ് വേണ്ടുന്ന ഒരു അസുഖമാണ് സ്കോളിയോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം, നട്ടലിന് വളവ്. അതായത് ഈ നമ്മൾ കുട്ടികൾ ഈ ടീനേജിൽ അവർ പെട്ടെന്ന് നീളം വെക്കുന്നൊരു പ്രായമുണ്ട്. ആ പെട്ടെന്ന് നീളം വെക്കുന്ന പ്രായത്തിൽ ഈ നട്ടല് പെട്ടെന്ന് അങ്ങ് വളർന്നു പോകും. അതിനെ സപ്പോർട്ട് ചെയ്യാൻ പ്രോപ്പറായിട്ട് മസിൽസിന് സാധിക്കാത്തൊരവസ്ഥ വരും. അന്നേരം ഈ സ്പൈൻ ഒരു വശത്തേക്ക് ഡീവിയേറ്റ് ചെയ്തും വളഞ്ഞു പോകും, സപ്പോർട്ട് പ്രോപ്പറായിട്ട് കിട്ടാതെ. ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കും, ആ വശത്തേക്ക് കൂടുതൽ ലോഡ് അക്യൂമുലേറ്റഡ് ആവും. അപ്പോൾ ആ വശത്തെ മസിൽ കൂടുതൽ സ്ട്രോങ് ആവും, മറ്റേ വശത്തേക്ക് വീക്ക് ആവും. സ്ട്രോങ് ആയ വശത്തേക്ക് പുള്ളു കൂടും, വീണ്ടും വീണ്ടും വളഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് വളഞ്ഞ് ഈ നമ്മൾ വളഞ്ഞൊക്കെ നടക്കുന്ന ആളുകളെ കണ്ടിട്ടില്ല. ഇത് മോഹൻലാലിലും ഉണ്ടെന്ന് തോന്നുന്നു, പണ്ടുണ്ടായതല്ലേ. ഇവിടെ തന്നെ ഞാൻ കണ്ടു കുറച്ച് ടീനേജ് കുട്ടികളൊക്കെ ഇവിടെ അല്ലേ? അതാണ്. ശരി. അപ്പോൾ അതിനെന്താ നമ്മളിവിടെ ചെയ്യുന്നത്? അതിനൊരു ബേസിക്കലി ഇത് പറഞ്ഞല്ലോ, ഇതുണ്ടാകുന്നത് ഇപ്പോൾ ഇത് ഭയങ്കര കൂടുതലാണ്. കോവിഡിന് ശേഷം അത് പിന്നെയും കൂടി എന്ന് പറയാം, ആ ലോക്ക്ഡൗണിനൊക്കെ ശേഷം. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ബേസിക്കലി. കാരണം ഈ കുട്ടികൾക്ക് കോർ സ്ട്രെങ്ത് ഇല്ലാത്തതാണ് അടിസ്ഥാന കാരണം. അപ്പോൾ കോർ സ്ട്രെങ്ത് പ്രോപ്പർ ഉണ്ടെങ്കിൽ ഈ കുട്ടികൾ നീളം വെക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സിന് പറ്റും. ഇതാ സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് വീക്ക് ആവുന്നത് ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ്. അതായത് നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം സ്കോളിയോസായിട്ട് വരുന്നൊരു കുട്ടിയെ നമ്മൾ മലത്തിൽ കിടത്തിയിട്ട് 2 കാലും ഉയർത്താൻ ശ്രമിക്കും. യോഗയിൽ മേരുദണ്ഡാസനം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലെഗ് റേസ് എന്നൊക്കെ പറയും. 2 കാലും മുട്ട് വളയ്ക്കാൻ ചേർത്ത് വെച്ച് ഉയർത്താൻ 90% കുട്ടികൾക്കും പറ്റാറില്ല. ഒന്നോർത്ത് ഒരു ടീനേജിൽ നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യുമായിരുന്നു, അത് അത്രയും കോർ സ്ട്രെങ്ത് ഇല്ല. അതുകൊണ്ട് അപ്പം ഞങ്ങൾ അതിന് ലൈഫ് സ്റ്റൈൽ കറക്ഷനായി യോഗയിലൂടെ ആ ട്വിസ്റ്റിങ്ങിലൂടെയും ഒക്കെ അതിനെ റിയലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നല്ല നമുക്കൊരു 10 ഡിഗ്രി ഒക്കെ വെച്ചിട്ട് പെർ ഇയർ മാറ്റം ഉണ്ടാക്കാൻ കഴിയാറുണ്ട്.
അതിന് ഞങ്ങൾക്ക് വിദേശത്തു നിന്നൊക്കെ ആണല്ലേ ആളുകൾ വരാറുണ്ട് ഈ സ്കോളിയോസിസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി. ഓ ഇതൊരു തമാശ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ചെറിയ യോഗ എക്സസൈസും കൊണ്ട് വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഏർലി ഡയഗ്നോസിസ് വേണം. ഈ ഏർലി ഡയഗ്നോസിസ് നടക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം മോഹൻലാൽ. എല്ലാവരും അങ്ങനെ എല്ലാവരും ലാലോട്ട് നടക്കുന്ന ഇവരിങ്ങനെ ചോദിക്കും, കളിയാക്കി ചോദിക്കും പേരൻസിന്, ഇനി എന്താ മോഹൻലാൽ നടക്കുന്ന പോലെ നേരെ നടക്കും. അങ്ങനെ അതിനെ അങ്ങ് നിസ്സാരവൽക്കരിക്കും. അതിപ്പോൾ ഒരു അത് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു നടപ്പിൻ്റെ രീതി വെച്ചാണോ? നടപ്പിൻ്റെ രീതി വെച്ച് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. എൻ്റെ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ചേട്ടൻ്റെ മോൻ ചെറുതായിട്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നു. ഞാനിപ്പം നമുക്കിതിങ്ങനെ സ്ഥിരം കാണുന്നതുകൊണ്ട് എപ്പോഴും ഒരു ടെൻഷനുണ്ട്. അപ്പോൾ ഞാൻ ഇവനെ കാണുമ്പോൾ ഞാൻ തപ്പി നോക്കുന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചേട്ടാ ഇത് നിനക്ക് ഞാൻ ഇങ്ങനെ നിൽക്കുന്നേ, ഒന്ന് എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞ് പിറ്റേന്ന് കൊണ്ട് എക്സ്റേ എടുത്തപ്പോൾ വളരെ ചെറുത് 6 ഡിഗ്രിയേ ഉള്ളൂ. വളരെ ചെറിയൊരു സ്കോളിയോസ്. ഒരു പക്ഷേ ഇവിടെ വന്നിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വളവിലുള്ള സ്കോളിയോസിസ് അതായിരിക്കും. ബാക്കിയെല്ലാം 40-50 ഡിഗ്രിയൊക്കെ ഉള്ള സാധാരണ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അത്രയും ആവും. അപ്പോൾ ഇവൻ്റേത് ചിലപ്പോൾ നമുക്കൊരു ഒന്നും ചെയ്യേണ്ട, വീട്ടിൽ തന്നെ യോഗ ചെയ്താൽ 1 മാസം കൊണ്ട് ഇത് ഫുള്ള് കറക്റ്റ് ചെയ്യാം. അപ്പോൾ അത്ര ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അതുകൊണ്ട് ടീനേജിൽ പേരൻസ് ഇതിനെക്കുറിച്ച് ഭയങ്കര നന്നായിട്ട് അവെയർ ആയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഈസിയാണ് ഈ പണി. ഇത് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ചികിത്സിച്ചില്ലെങ്കിൽ വളകൂറി ഒരു കോസ്മെറ്റിക് ഇഷ്യൂ ആണ് പ്രധാനമായിട്ടും. ഇതിങ്ങനെ വളഞ്ഞ് ആളുകൾ നടക്കുമ്പം ഒരു കാഴ്ചക്ക് ഒരു ഭയങ്കര വൈരൂപ്യം. എനിക്ക് തോന്നുന്നു സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർ ഈ പ്രഗ്നൻ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു വെയിറ്റ് ഒക്കെ വന്നിട്ടൊരു പ്രശ്നം, അത് പ്രശ്നമില്ല, നടുവിന് വരും. പക്ഷെ നമുക്കിവിടെ 60-70 വയസ്സുള്ള അമ്മമാരൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അവർക്കൊന്നും അങ്ങനത്തെ വേദനകളുണ്ട്, അല്ലാതെ അവരുടെ ലൈഫിനെ ഒന്നും ബാധിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ തൊറാസിക്കിലാണ് ഇത് സംഭവിക്കുന്നത്. തൊറാസിക് സ്കോളിയോസ് ആണെങ്കിൽ ശ്വാസം മുട്ടൽ, ലങ്സിനെ കംപ്രസ് ചെയ്തിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ. ലംബാറിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസിയെ ബാധിക്കുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ എന്നാലും ഇത് അതിനേക്കാൾ കൂടുതൽ ബാധിക്കപ്പെടുന്നത് ഈ ഇതാണ് എന്താ നമ്മുടെ ഒരു കോസ്മെറ്റിക് പ്രശ്നമായിട്ട് തന്നെയാണ്. അപ്പോൾ ഈ കുട്ടികളിലൊക്കെ ഇത് സംഭവിക്കുമ്പോഴേ ഒരു ടീനേജിലൊക്കെ സംഭവിക്കും. അവരെ സംബന്ധിച്ച് അവർ സൗന്ദര്യമൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്നു. പ്രത്യേകിച്ച് കൂടുതൽ സംഭവിക്കുന്നത് പെൺകുട്ടികളിലാണ്. പെട്ടെന്ന് നീളം വെക്കുന്നതും പെൺകുട്ടികളാണ്. ആ മസിൽസിൻ്റെ ഒരു ടോൺ നോക്കുമ്പോൾ ഒന്നുകൂടി ഇലാസ്റ്റിക് മസിൽസും പെൺകുട്ടികളുടെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഭയങ്കര കോൺഫിഡൻസ് പോവും, എനിക്ക് എന്തുകൊണ്ട് ഇത് വന്നു. അപ്പോൾ ഞങ്ങൾ പറയില്ലേ, ഈ സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ടല്ല ഇത് ഉണ്ടാവുന്നതെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കുട്ടികളെല്ലാം കുറച്ചൊരു ഡിപ്രസീവ് മൂഡിലായിരിക്കും. ഒരു കോൺഫിഡൻസ് പറഞ്ഞ് അതിനെ കറക്റ്റ് ചെയ്യണം. അതിനെ കറക്റ്റ് ചെയ്യുന്നത് കൂടാതെ അപ്പുറത്തെ സൈഡിൽ ഇവരുടെ പേരൻസ് ഉണ്ടാവും. ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇത് വന്നതെന്നുള്ള ഒരു കുറ്റബോധം അവർക്കുണ്ടാവും. അതിനെ കറക്റ്റ് ചെയ്യണം. ഈ കുറ്റബോധം മാറിയില്ലെങ്കിൽ ഇവർ ഈ യോഗ ചെയ്യാൻ ഇവരെ ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്ത് പുറകെ നടക്കും. ഇവർ തമ്മിലൊരു അടിയാവും. ഇവർ ജന്മത്തിൽ യോഗ ചെയ്യത്തില്ല. അല്ല, ഈ യോഗ എല്ലാവരും ചെയ്യാൻ സമ്മതിക്കാറുണ്ട്. യോഗ എന്ന് വെച്ചാൽ നല്ല ക്ഷമയും ഇതൊക്കെ ഉള്ളവരല്ലേ ചെയ്യുള്ളൂ. എല്ലാവരും ചെയ്യാറുണ്ട്. ഞങ്ങളുടെ പിന്നെ കുറച്ചുകൂടെ ഞങ്ങളൊരു അത്ര ബോറടിപ്പിക്കാത്ത തരത്തിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 3/4 മണിക്കൂറിനിടയ്ക്ക് ഒരു 40-നും 50-നും ഇടയിൽ ആസനങ്ങൾ ചെയ്യുന്ന പോലാണ് നമ്മളുടെ ആ യോഗ പാറ്റേൺ നമ്മൾ കൊണ്ട്. ഇവിടെ ചെയ്യുമ്പോൾ നമ്മളൊരു 1.5 മണിക്കൂർ എടുക്കും. ഇപ്പോൾ നമ്മൾ യോഗ തുടങ്ങിയല്ലോ, അതൊരു 8:30 ആവും തീരുമ്പോൾ. പക്ഷേ നമ്മൾ അതൊരു 45 മിനിറ്റ് ചെയ്യാനുള്ള പ്രോട്ടോക്കോളേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ ചടുലമായിട്ട് പോകുന്ന ഒരു സാധനമാണ്. അത്ര ബോറടിക്കില്ല. കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ 5 വർഷമായിട്ട് റെഗുലറായിട്ട് യോഗ ചെയ്യുന്ന കുട്ടികളൊക്കെയുണ്ട്. കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് അവർ. ഈ നമ്മൾ സാധാരണ ഇതിൽ ഇത്തരത്തിലുള്ള ഒരു ചികിത്സയ്ക്ക് എത്ര കാലമാണ് ഇവിടെ നമ്മൾ കിടക്കേണ്ടി വരുന്നത്? ഒരു മൈൽഡ് ഈ മൂഡ് ഡിസോർഡർ, സ്ട്രെസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ ഒരു 1 വീക്കൊക്കെ മതി. നല്ല സിവിയർ കേസുകൾ ഞാൻ പറയല്ലോ, നമുക്കൊരു ഈ ബൈപ്പോളാർ, ഷിസോഫ്രീനിയ പോലത്തെ സൈക്കാട്രിക് കേസുകളും വരാറുണ്ട്. അത് പക്ഷേ നമ്മളതൊരു സൈക്കാട്രിസ്റ്റിൻ്റെ ഒരു കൺസൾട്ടേഷനിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മാത്രമായിട്ടല്ല, അതിൻ്റെ സൈക്കാട്രിക് സപ്പോർട്ടും വേണം. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഇമോഷണൽ പാർട്ട് മാത്രമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതൊക്കെയാണെങ്കിൽ അങ്ങനെ ക്രോണിക് കണ്ടീഷൻസ്, ഇപ്പോൾ ബാക്ക് പെയിൻ ഒക്കെ ആണെങ്കിലും ക്രോണിക് കണ്ടീഷൻസ്, സ്ട്രെസ് ആണെങ്കിലും ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു 3 വീക്സ് വരെയൊക്കെ, മാക്സിമം 3 വീക്സ് കൊണ്ട് ഞങ്ങൾ ഒരുമാതിരി എല്ലാം സെറ്റിൽ ചെയ്യാൻ പറ്റാം. നല്ല സ്ട്രെസ് ആയിട്ട് ആൾ വരുന്നു, ചികിത്സിച്ച് തിരിച്ചു പോകുന്നു. പിന്നെ അയാളുടെ ജീവിതശൈലി അയാൾ സ്വയം ക്രമീകരിക്കണോ, അതോ അയാൾക്ക് സാധാരണ പോലെ ജീവിക്കാമോ? സാധാരണ പോലെ തന്നെ ജീവിക്കാം. കാരണം നമ്മളിപ്പം ഒരാളുടെ ഒരു തോട്ട് പ്രോസസ്, അതിനെ ഒരു പാച്ച് ചെയ്യുകയൊന്നും അല്ലല്ലോ. അയാളുടെ ഒരു ടോട്ടൽ തോട്ട് പ്രോസസ്സ് മാറുകയാണ്. അതായത് നമ്മൾ പറയാം, നമ്മളൊരു മഞ്ഞക്കണ്ണടി വെച്ചൊരു കാഴ്ച കാണും. ഈ മഞ്ഞക്കണ്ണടി വെച്ച് കാഴ്ച കാണുമ്പോൾ ഈ കാണുന്ന കാഴ്ച എല്ലാം മഞ്ഞിച്ചിരിക്കും. അയാളുടെ പ്രശ്നം അതാണ്. അപ്പോൾ അയാൾക്ക് കാണുന്ന കാഴ്ച എല്ലാം ഇപ്പം മഞ്ഞ എന്നുള്ളത് ഒരു ഇതാ സിംബോളിക്കായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ദേഷ്യമായിരിക്കാം, വിഷമമായിരിക്കാം, ഉള്ളിൽ കിടക്കുന്ന ഒരു ഇമോഷൻ അത് തന്നെ കാണുന്നിടത്തെല്ലാം ഫീൽ ചെയ്യുന്നു. തൃപ്തി ഉണ്ടാകാൻ പറ്റുന്നില്ല. ഈ കണ്ണാടി എടുത്തങ്ങ് മാറ്റുക. കണ്ണാടി എടുത്ത് മാറ്റി വിഷ്വൽ ക്ലിയറായി, പിന്നെ അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പിയാണ്. ഈ ഒരു ഹാപ്പിനെസ്സിലൂടെയാണ് ഈ നമ്മൾ ബാക്കിയുള്ള ഈ അസുഖങ്ങളെല്ലാം മാറുന്നത്. ഈ ഇത് നമ്മൾ പറയല്ലോ, എല്ലാ രോഗങ്ങളുടെയും കാരണം ദുഃഖമാണെന്നാണ്, രാഗാദി രോഗങ്ങൾ എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. വികാരങ്ങളും രോഗങ്ങളും എല്ലാം അത്രയും കണക്റ്റഡ് ആണ്. ഇപ്പോൾ ആയുർവേദത്തിൽ ഞങ്ങൾ ഈ നടുവിന് വേദന അല്ലെങ്കിൽ മുട്ടുവേദന
ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയുമല്ലോ. ഇതെല്ലാം വാതരോഗങ്ങളായിട്ടാണ് പറയുന്നത്. വാതരോഗങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ വാതരോഗങ്ങളുടെ ഒരു അടിസ്ഥാന നിദാനം പറയുമ്പോൾ അതിൻ്റെ ഒരു എത്തിയോളജി പറയുമ്പോൾ പ്രധാനമായിട്ടും പറയുന്ന ഒരു വാക്കാണ് അതിചിന്ത, ഓവർ തിങ്കിങ്. ആയുർവേദം ഓവർ തിങ്കിങ് കൊണ്ടാണ് ഈ വാതരോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഒരു 3,000-4,000 വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ് വിശദീകരിക്കാം? എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു TMS. ആ അതിചിന്ത എന്നുള്ളതിൻ്റെ ഒരു മോഡേൺ വാക്കാണ് നമ്മുടെ ഈ ജോണി സാറിനോ. ഇപ്പം ഈ ജോണി സാറിന് അത്ര പഴയ ആളൊന്നുമില്ല കേട്ടോ, പുള്ളി ഇപ്പോൾ 2017 മറ്റാണ് മരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ TMS എന്ന് പറയുന്ന വാക്കാണ് ഈ അതിചിന്ത. കാരണം ഓവർ തിങ്കിങ്, നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ നെർവ്സ് ഹൈപ്പർ ആക്റ്റീവ് ആവും. നെർവ്സ് ഹൈപ്പർ ആക്റ്റീവ് ആകുമ്പം ന്യൂറോ മസ്കുലർ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്ത് മസിൽ സ്പാസം കൂടും. ഇതൊരു ഫാക്റ്റാണ്. അപ്പോൾ എല്ലാ ഇപ്പോൾ വാതരോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നടുവിനെ ആയിക്കോട്ടെ, മുട്ടുവേദന ആയിക്കോട്ടെ, ഇതെല്ലാം മസ്കുലോസ്കെൽറ്റൽ ഡിസോർഡേഴ്സാണ്. അതായത് മസിൽസും സ്കെൽറ്റനും എല്ലൂടെ ചേർന്നുണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോയിൻസിൻ്റെ വീക്ക്നെസ് ആവാം, സ്റ്റിഫ്നെസ് ആവാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലാക്ക് ഓഫ് കോർഡിനേഷൻ ആവാം. ഇതുകൊണ്ടാണ് മിക്കവാറും ഉള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ട്രെസ്ഡ് ആകുമ്പം തുടർച്ചയായിട്ട് മസിൽ സ്പാസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സ്റ്റിഫ്നെസ് ഉണ്ടാവും. കാലങ്ങളോളം അങ്ങനെ സ്റ്റിഫായിട്ടിരുന്നാൽ വീക്ക്നെസ് ഉണ്ടാവും. പിന്നെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോർഡിനേഷൻ കുറയും. ഇതൊക്കെ തന്നെയാണ് മിക്കവാറും ഉള്ള എല്ലാ മസ്കുലോസ്കെറ്റൽ ഇഞ്ചുറീസിൻ്റെയും മസ്കുലോസ്കെറ്റൽ പെയിനുകളുടെയും പ്രോബ്ലങ്ങളുടെയും കാരണം. അതായത് നമുക്കിപ്പോൾ ഒരു നടുവേദന ഒരു 18 വയസ്സ് വന്നെന്നിരിക്കട്ടെ, നമ്മൾ പിന്നെ നടുവിന് അധികം എഫേർട്ട് കൊടുക്കാത്ത രീതിയിൽ ജീവിച്ചു പോകും അല്ലേ? അവസാനം അത് കയറി സ്റ്റിഫാവും. അതിനെക്കുറിച്ച് ഓവർ കൺസേൺ ആവും. അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് നമ്മളിവിടെ നടുവിനായിട്ട് വരുന്നവരെ അപ്പം ഈ ഒരു സൈഡിൽ കൂടെ സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇവർക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം. അപ്പോൾ ഈ യോഗ ചെയ്യിക്കും. യോഗ ചെയ്യിച്ചിട്ട് ഈ ഒരിക്കലും ചെയ്യരുതെന്ന് പറയുന്ന സാധനമാണ് ഫോർവേഡ് ബെൻഡിങ്. നടുവിനേൽ നമ്മൾ ഇൻഡയറക്റ്റ് ഫോർവേഡ് ബെൻഡിങ്ങുകൾ ചെയ്യിക്കും. നടുവിന് വെയിറ്റ് കൊടുക്കാനുള്ള ഫോർവേഡ് ബെൻഡിങ്ങുകൾ ചെയ്യിച്ച് അവസാനം കൈ രണ്ടും തറയെ കുത്തി, കാൽപാദം ഉപ്പൂറ്റി എല്ലാം തറയെ കുത്തി മുന്നോട്ട് വളഞ്ഞ് നിൽക്കാൻ പറ്റുന്നൊരവസ്ഥ എത്തി. എന്നിട്ട് പുറകെ കൈ കുത്തി നടു ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്ന് ചക്രാസനം എന്ന് പറയുന്ന സാധനമൊക്കെ ചെയ്യിക്കാൻ ശ്രമിക്കും. ഈ ഒരു കാലകത്ത് നിന്ന് ത്രികോണാസനം, ഒരു വശത്തേക്ക് വളഞ്ഞ് കൈ തറയെ തൊടുന്ന ത്രികോണാസനമൊക്കെ ചെയ്യിക്കും. അപ്പം 4 സൈഡിലേക്ക് സ്പൈനിനെ ഏതൊക്കെ തരത്തിൽ ബെൻഡ് ചെയ്യാൻ പറ്റും അത് മാക്സിമം ബെൻഡ് ചെയ്യിക്കും. വേദന ഇല്ലാതെ അതെല്ലാം ചെയ്യിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. ഇത് കഴിയുമ്പോൾ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, ഞാൻ ശരിയായി. അത് അങ്ങനെ ഒരു കോൺഫിഡൻസും ബിൽഡ് ചെയ്ത് അതിനോടൊപ്പം തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ഇമോഷണൽ പാർട്ടൂടെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ്. പിന്നെ അവർക്കത് മറക്കാം. ഞാൻ പേഴ്സണലി സിവിയർ ബാക്ക് പെയിൻ ഉണ്ടായിരുന്ന ഒരാളാണ്. എനിക്കൊരു എൻ്റെ ഒരു ഏർലി 20s തന്നെ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചിന്തിക്കാറ് പോലും ഇല്ല അതിനെക്കുറിച്ച്. യോഗ ചെയ്യുന്നുണ്ട്, യോഗ റെഗുലറായിട്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ യോഗ ഒരു സംഭവമാണ് അല്ലേ? ഭാരതം കണ്ടുപിടിച്ച ഏറ്റവും വലിയൊരു സംഭവമാണ് യോഗ അല്ലേ? യോഗയിൽ ഈ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ യോഗയുടെ ഒരു സെക്കൻഡ്, നമ്മൾ യോഗ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ആസ്പെക്റ്റ് മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ യോഗയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 50% പോലും ഇല്ല. ഇപ്പോൾ 8 അംഗങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ ആസനങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ അവസാനം അതായത് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇത്രയാണ് യോഗയുടെ 8 അംഗങ്ങൾ. ഇതിലാദ്യത്തെ യമം, നിയമം എന്ന് പറഞ്ഞാൽ കുറേ കോഡ് ഓഫ് കണ്ടക്റ്റുകളാണ്, അഹിംസ, സത്യവാസന, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. പിന്നെ മൂന്നാമത്തേതാണ് ആസനം, ഈ നമ്മൾ ഈ ചെയ്യുന്ന എക്സസൈസുകൾ. 4-മത്തേത് പ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസുകൾ. പിന്നെ 5, 6, 7, 8 പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇത് 4 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ പ്രോസസ്സിൻ്റെ 4 ഘട്ടങ്ങളാണ്. അതിന് പക്ഷേ ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈ യോഗ എന്ന് പറയുമ്പോൾ എല്ലാം മറ്റേ ഈ ആസനങ്ങളിൽ മാത്രം അങ്ങ് കേന്ദ്രീകരിച്ചു. ഞങ്ങൾ പക്ഷേ ഫോക്കസ് ചെയ്യുന്നത് ഈ അവസാനത്തെ 4 ഘട്ടങ്ങളിലാണ്. അതായത് പ്രത്യാഹാരം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് വിഡ്രോ ചെയ്യുക. ഇന്ദ്രിയങ്ങളെ, അതായത് പ്രത്യാഹാരം എന്നുള്ള വേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എന്താണോ ഭക്ഷിക്കുന്നത് അതിനെ നമ്മളങ്ങ് ഭക്ഷിക്കുക എന്നുള്ള. എല്ലാത്തിനെയും കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്, സെൻസ് ഓർഗൻസ്. ഈ സെൻസ് ഓർഗൻസിനെ നമ്മൾ വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ സെൻസ് ഓർഗൻസിനെ വിഡ്രോ ചെയ്യുക. പിന്നെ അവസാനം ധാരണ. അങ്ങനെ സെൻസ് ഓർഗൻസിനെ വിഡ്രോ ചെയ്തിട്ട് നമ്മളുടെ മനസ്സിലേക്ക് ഫോക്കസിനെ കൊണ്ടുവരിക, മനസ്സിനെ കാണുന്നൊരവസ്ഥയിലേക്ക് എത്തുക. മനസ്സിനെ കാണുന്നൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സിൽ വരുന്ന ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കാതെ, നമ്മൾ അതിനെ വഴിതിരിച്ച് വിടാതെ, അതിനെ സ്റ്റോപ്പ് ചെയ്യാതെ ഒരു TV സിനിമ കാണുന്നത് പോലെ അതിനെ ഇങ്ങനെ നിരീക്ഷിച്ചിരിക്കുക. ആ ചിന്തകൾ, അപ്പോൾ അത് സ്ട്രെസ്സുള്ള ചിന്തകളായിരിക്കും. നമ്മൾ ആ ചിന്തകളിൽ നിന്ന് എപ്പോഴും ഡീവിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഡീവിയേറ്റ് അതിനെ നിരീക്ഷിച്ച് അതിനെ സ്വതന്ത്രമായിട്ട് ഒഴുകാൻ വിടുക. അത് ഒഴുകി തീരുമ്പോൾ നമ്മൾ അതുവരെ ഒരു പ്രശ്നമെന്ന് കരുതി ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തിനെ തന്നെ ദേഷ്യമോ വിഷമോ ഭയമോ ഒന്നും ഇല്ലാതെ ഒരു സമാധാനത്തിൽ കാണാൻ കഴിയുന്ന, സമമായിട്ടുള്ള ബുദ്ധിയോടുകൂടി കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയിലെത്തും. അതാണ് സമാധി. ഇതാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ 4 ഘട്ടങ്ങൾ. ഇതിൽ ഈ പ്രത്യാഹാരം, ധാരണ എന്ന് പറയുന്ന ഘട്ടത്തിനെ നമ്മളൊരു മോഡേൺ സൈക്കോളജിക്കൽ ടെക്നിക്കുകൾ വെച്ചു, കൗൺസിലിങ്ങും അങ്ങനത്തെ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചാണ് ഈ 2 ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നത്. അങ്ങനെ കവർ ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു ബേസിക് ഇമോഷനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ ധ്യാനിപ്പിക്കുക.
അതിൽ ധ്യാനിപ്പിച്ചിട്ട് അയാളെ സമാധിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു USB എന്ന് പറയാം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു മോഡേൺ സൈക്കോളജിയുടെയും നമ്മുടെ ഒരു ക്ലാസിക്കൽ മെഡിറ്റേഷൻ്റെ ഒരു ബ്ലെൻഡാണ്. അത് ഭയങ്കര എഫക്റ്റീവാണ്. അതുപോലെ നമുക്ക് എപ്പോഴും ഇപ്പോഴത്തെ ആധുനിക കാലത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഉദര രോഗങ്ങൾ. ഇപ്പം ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഒന്നും ഇല്ലാത്തവരില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറേയൊക്കെ മാനസികമാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. എനിക്കൊക്കെ അത് വരാറുള്ളതാണ്. അങ്ങനെയാണോ? അങ്ങനെയാണ്. ഒരു ഫിയർ, ആങ്സൈറ്റിയാണ് മിക്കവാറും ഉള്ള ഈ ആങ്സൈറ്റിയുടെ ഈ IBSൻ്റെ ഒക്കെ കാരണമെന്ന് പറയാം. നമ്മളൊരു പരീക്ഷയ്ക്ക് കയറാൻ നിൽക്കുമ്പോഴേ വീട്ടിലൊരു കാളൽ പോകുന്നില്ലേ, അപ്പോൾ ഈ ഒരു അതിൻ്റെ ഒരു എക്സ്ട്രീം സ്റ്റേജ്, അതിൻ്റെ ഒരു ക്രോണിക് സ്റ്റേജാണ് IBS എന്ന് പറയാം. പിന്നെ 2 തരത്തിലുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല. നമ്മളൊരു പുറത്തുനിന്നൊരു ഭക്ഷണം കഴിച്ചു, ഒരു ഫുഡ് പോയ്സണിങ് ഉണ്ടായി. ആ ഫുഡ് പോയ്സണിങ് ഉണ്ടായി നമുക്കൊരു വയറിലൊരു പ്രശ്നം ഉണ്ടായി. ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞത് കുറച്ച് നാൾ മാറാതെ നിന്നത്, ചിലപ്പോൾ ഒരു 1 വീക്ക് ആയിരിക്കും ഇത് മാറാതെ നിന്ന്. ഇതൊന്നും മാറാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വളരെ ഒതുങ്ങി ഉറങ്ങിക്കിടക്കുന്ന ഒരു ഫിയർ ഫാക്ടർ ഉണ്ടാവും. ഇതൊരു വൾണറബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് കാണുമ്പോൾ അവിടെ കയറി അങ്ങ് പിടിക്കും. ഇത് മാറാതെ നിൽക്കും, അതങ്ങ് IBS ആയിട്ട് മാറും. അപ്പം ആ പ്രശ്നം ഉണ്ടാകുന്നത് ഈ പറയുന്ന സ്ട്രെസ് കൊണ്ട് തന്നെ ആവണം, അല്ല ഈ ഫിയർ കൊണ്ട് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഉണ്ടാകുന്നത് മറ്റൊരു ഫാക്ടർ കൊണ്ടാണെങ്കിൽ ഇത് കയറി കണക്റ്റ് ആവും. ഇത് കയറി കണക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ടും മാനേജ് ചെയ്യണം. അപ്പോൾ അതിനെന്താണ് നമ്മുടെ ചികിത്സ ഇവിടെ ഉള്ളത്? അതിന് ആയുർവേദത്തിലുള്ള ഇപ്പോൾ വസ്തികൾ, അങ്ങനത്തെ കുറേ വയറിന് വേണ്ടി ചെയ്യുന്ന കുറേ ക്ഷീരവസ്തികൾ സാധനങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇൻറ്റേർണൽ മെഡിസിൻസ് ഉണ്ട്. അങ്ങനെ ചെയ്ത് വയറിൻ്റെ ഒരു പറഞ്ഞാൽ ഗ്രഹിക്കുക. ഇപ്പോൾ ആയുർവേദത്തിൽ ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന, IBSനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഗ്രഹിണി എന്ന് പറയുന്ന ഒരു രോഗമായിട്ട്. അതായത് നമ്മുടെ കുടലിൻ്റെ ഹോൾഡിങ് കപ്പാസിറ്റിയാണ് പ്രശ്നം സംഭവിക്കുന്നത്. ഒരു കൺവെയറബിലിറ്റി കൂടെ ഈ ഭക്ഷണം കടന്നു പോകുന്ന പോലാണല്ലോ, ഓരോ ഘട്ടത്തിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് ഓരോ ഘട്ടത്തിൽ അബ്സോർപ്ഷൻ നടക്കണം. ഇതങ്ങ് തോന്നിയ പോലെ പോയാലോ ചിലപ്പം ഡൈജസ്റ്റ് ചെയ്യാതെ മൊത്തം അങ്ങ് വെളിയിൽ പോകും, ചിലപ്പം സ്ലോ ആയി കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേറ്റഡ് ആവും. അപ്പോൾ ഇതിനെ കറക്റ്റ് ചെയ്യാനുള്ള ആയുർവേദത്തിൽ ചെയ്യേണ്ട മരുന്നുകളും തെറാപ്പികളും ചെയ്യും. അത് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇതിൻ്റെ പിന്നിലുള്ള ആങ്സൈറ്റിയെ കറക്റ്റ് ചെയ്യാനുള്ള, ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ആ സൈക്കോതെറാപ്പി, മെഡിറ്റേഷനും കൗൺസിലിങ്ങും എല്ലാം കൂടെ ചേർന്നുള്ള ആ പരിപാടിയും ചെയ്യും. അങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ ഈ മെഡിറ്റേഷൻ എല്ലാവർക്കും ഇവിടെ ഈ പലരും പറയുന്നത്, എനിക്ക് ഈ കൗൺസിലിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും എനിക്ക് വയ്യ, കുറേ ഉപദേശം കേട്ടതാ, വയ്യ. ഞങ്ങളിവിടെ ഒരു ഉപദേശവും കൊടുക്കാറില്ല, ഒരാളെയും ഉപദേശിക്കാറില്ല. കാരണം ഒരാളെ ഉപദേശിച്ചിട്ടൊരു കാര്യവുമില്ല. വേറൊരാളെ ഉപദേശിക്കാൻ നമുക്കൊരു യോഗ്യതയില്ല. കാരണം നമുക്കെങ്ങനെ വേറൊരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റും? അയാളുടെ പ്രോബ്ലം അയാൾക്കേ അറിയുള്ളൂ, അയാളുടെ സൊല്യൂഷൻ അയാൾക്കേ അറിയുള്ളൂ. അപ്പം 0 ഉപദേശം, 0 മോട്ടിവേഷൻ, 0 പോസിറ്റീവ് അഫർമേഷൻ ഒരു പരിപാടിയില്ല. ചുമ്മാ അവരെ ഗൈഡ് ചെയ്യുക, അവരുടെ പ്രോബ്ലത്തിലേക്ക് ഗൈഡ് ചെയ്യുക. അവർ തന്നെയാണ് അവരുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പം ഒരു കുറച്ച് ദിവസം ഇത് ചെയ്ത് കഴിയുമ്പോൾ ഈ നമ്മുടെ മിക്കവാറും ഇവിടെ കിടക്കുന്ന പേഷ്യൻസിനെല്ലാം അവർക്ക് തന്നെ ഇത് സ്വയം ചെയ്യാൻ കഴിയും, ഈ ഒരു മെഡിറ്റേഷൻ ടെക്നിക്ക് സ്വയം ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് അവരെത്തും. പിന്നെ അവർ തന്നെയാണ് ഇത് ചെയ്യുന്നത്. പോറാകുമ്പോഴത്തേക്ക് തനിയെ ചെയ്യാൻ പഠിച്ചിട്ട് പോകും. പിന്നെ ഈ പോകുമ്പോൾ ഈ പറഞ്ഞ ഒരു മാജിക് ബാൻഡ് കൈ കിട്ടിയ പോലെ അവർക്ക് അവരുടെ പ്രോബ്ലത്തിനെ അവർക്ക് തന്നെ സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലെത്തും. പിന്നെ ഈ നമ്മൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഇത് പിന്നെയും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ? ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ, ഒരു മെഡിറ്റേഷനും യോഗയും ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം പോലെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു രോഗി അഡ്മിറ്റ് ആകുകയാണെങ്കിൽ ഒറ്റയ്ക്ക് വന്നാൽ മതിയോ, അത് ബൈസ്റ്റാൻഡർ എപ്പോഴും കൂടെ വേണോ? ഒറ്റയ്ക്കാണല്ലേ? ഒറ്റയ്ക്കാണ്. കാരണം ഒരാൾ വരുന്നത് അയാളുടെ ഉള്ളിലേക്ക് നോക്കാൻ. ഈ ലോകത്ത് ഇപ്പം ബൈസ്റ്റാൻഡർ ഉള്ളിലേക്ക് എനിക്ക് കയറി നോക്കാൻ പറ്റില്ല. ചേട്ടന് മാത്രമേ ഒന്ന് കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കണമെങ്കിൽ ആദ്യം വേണ്ടത് പുറത്തേക്കുള്ള നോട്ടം നിർത്തണം. അപ്പം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്താൽ മാത്രമേ, അപ്പോൾ വേറെ ഒന്നും വേണ്ട, നമ്മൾ മാത്രം പ്രയോറിറ്റി ആയിട്ട് ഒരാൾ വന്ന് നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പവും സന്തോഷമുള്ള കാര്യം. അപ്പോൾ ആഹാരമൊക്കെ ഇവിടെ നിന്ന് തന്നെ തരും? ഇവിടുന്ന് തന്നെ ആഹാരം. അതിനെന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടോ, അതോ സാധാരണ ആഹാരമൊക്കെയാണോ? നമ്മൾ ഈ മെഡിറ്റേഷനെ സംബന്ധിച്ച് റെസ്ട്രിക്ഷൻ ഇല്ല. പക്ഷേ ഞങ്ങൾ ഇതിനോടൊപ്പം ഒരു പഞ്ചകർമ്മ ചികിത്സയും പോകുന്നുണ്ടല്ലോ, ഒരു ഫങ്ഷണൽ കറക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കുറേ ഡയറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ പരമാവധി ലൈറ്റായിട്ടുള്ള ഭക്ഷണമായിരിക്കും പോകുന്നത്. നൈറ്റിലൊക്കെ വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണമേ നമ്മൾ കൊടുക്കാറുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ അധികം സ്പൈസി ആവാതെ അങ്ങനെ ഒരു ഡൈജഷനെ ഡിസ്റ്റർബ് ചെയ്യാത്ത പോലത്തെ ഭക്ഷണങ്ങളെ ഞങ്ങൾ കൊടുക്കുള്ളൂ. കാരണം ഈ വസ്തി പോലത്തെ സാധനങ്ങളൊക്കെ പോകുമ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യണം. ഈ പൊതുവെ ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത് തന്നെ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇവിടെ ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ കൂടുതൽ കോസ്റ്റ്ലിയാണ് ഇവിടുത്തെ ചികിത്സ? അല്ല, കാരണം അത് ഈ സാധനമില്ലേ, ഈ പറയുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്ന സാധനം, ഞാൻ എൻ്റെ ഒരു ഡ്രീം പറയാം. ഞാൻ ചെയ്യുന്ന തൊഴിലിന് പൈസ മേടിക്കാതെ എൻ്റെ തൊഴിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് ജീവിക്കാൻ പൈസയും വേണം. അപ്പം നമ്മളിവിടെ ചെയ്യുന്ന ഈ മെഡിറ്റേഷൻ അതിന് സത്യം പറഞ്ഞാൽ ബില്ല് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ഈ OPയിൽ പേഷ്യൻസ് വരും. OPയിൽ നമുക്ക് പേഷ്യൻസിനെ എടുക്കാൻ
സമയം കിട്ടാറില്ല. IP തന്നെ നല്ല കേസുകളുണ്ട്. അപ്പോൾ OP പേഷ്യൻസ് വരുമ്പം OP നമ്മൾ ബില്ല് ചെയ്യും. പക്ഷേ കാരണം അത് നമ്മൾ വരാൻ ആഗ്രഹിക്കുന്നില്ല അത്രയും. കാരണം ഒരു OP ഒരു സെഷൻ എടുത്തുകൊണ്ട് നമുക്ക് വലിയ ഗുണവും കിട്ടാനില്ല. അതിനൊരു കണ്ടിന്യൂസ് സെഷൻസ് വേണം. ചില 10-20 സിറ്റിംഗ് ഒക്കെ എടുത്തിട്ടാണ് നമുക്കൊരു ഗുണം കിട്ടുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ ശരിക്കും ബില്ല് ചെയ്യാറില്ല. അത് ഞാൻ എൻ്റെ ഒരു പാഷൻ പോലെ, ഒരു തൊഴിൽ പോലെ ഞാൻ ചെയ്യുന്നൊരു സാധനമാണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഈ പറയുന്ന പോലെ നമുക്ക് പ്രൈസിങ്, കോസ്റ്റിങ് ഭയങ്കരമായിട്ട് കുറച്ച് നിർത്താൻ പറ്റുന്നുണ്ട്. ഏതൊരു ആയുർവേദ ഹോസ്പിറ്റലിലും ഉള്ള പോലെ അല്ലെങ്കിൽ അതിലും താഴെ മാത്രമേ ഇവിടെ ബില്ല് വരാറുള്ളൂ. കാരണം അതിന് ബില്ല് ചെയ്യാറില്ല. വളരെ നോമിനലായിട്ട് 250 റുപ്പീസ് എന്തോയാണ് ഞങ്ങൾ അതിന് ബില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്തിപ്പെടുന്ന എങ്ങനെയാണ്? അതിൻ്റെ വഴികളേതാ? നൂറനാട് എന്ന് പറയുന്ന സ്ഥലത്ത്, നൂറനാട് KP റോഡിലാണ്, കായംകുളം പുനലൂർ റോഡിലാണ് ഈ നൂറനാട് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടുന്ന് ഒരു അടൂർ അടുത്താണ്. അടൂർ ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ, പന്തളം ഒരു 50 കിലോമീറ്റർ, തിരുവല്ല, ചെങ്ങന്നൂർ, റോഡിൽ നിന്ന് വളരെ അടുത്താണ്. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കായംകുളം റെയിൽവേ സ്റ്റേഷൻ 12 കിലോമീറ്റർ, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു 20 കിലോമീറ്റർ. ആ ഒരു ദൂരങ്ങളാണ്. അതായത് കൊച്ചിക്കും ട്രിവാൻഡ്രത്തിനും ഒരു ഏകദേശം നടുക്കായിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ അധികവും മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ശരിക്കും ഈ ഹോസ്പിറ്റൽ മാനസികാരോഗ്യ കേന്ദ്രമാണോ അതോ ശാരീരിക അസുഖങ്ങളുടെ കേന്ദ്രമാണോ? രണ്ടുമുണ്ട്. കാരണം ഇതെല്ലാം കണക്റ്റഡ് ആണല്ലോ. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇല്ലാതെ ഹാർഡ്വെയർ ഉണ്ടോ? അപ്പം മിക്കവാറുമുള്ള പ്രശ്നങ്ങളുടെ, നമ്മൾ അനുഭവിക്കുന്ന മിക്കവാറുമുള്ള പ്രശ്നങ്ങളെല്ലാം ഹാർഡ്വെയർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ സോഫ്റ്റ്വെയർ കൊണ്ടുണ്ടാകുന്ന ഹാർഡ്വെയർ മാൽ ഫംഗ്ഷനുകളാണ്, ഫംഗ്ഷണൽ പ്രശ്നങ്ങൾ. അതായത് മനസ്സ് സോഫ്റ്റ്വെയറും ശരീരം ഹാർഡ്വെയറും. അപ്പം അങ്ങനെ അപ്പോൾ ഒരേ സമയം സോഫ്റ്റ്വെയറും നമ്മൾ റീബൂട്ട് ചെയ്യണം, ഹാർഡ്വെയർ റീബൂട്ട് ചെയ്യണം. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ കറക്റ്റ് ചെയ്യാൻ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കൗൺസിലിംഗ്, മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. ഹാർഡ്വെയറിനെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ പഞ്ചകർമ്മ ചികിത്സകളും യോഗയും ഒക്കെ യൂസ് ചെയ്യുന്നു. അങ്ങനെ രണ്ടും ഒരേ സമയം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറയല്ലേ, ഇപ്പം ഏതൊരു പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്ന ഒരാൾക്കും ഞങ്ങളിവിടെ വന്ന് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പക്ഷേ കിട്ടുന്നത് വേറൊരു അനുഭവമായിരിക്കും. സാധാരണ പഞ്ചകർമ്മ ചെയ്യുന്നതിനൊപ്പം തന്നെ ശരീരത്തിനെ ഒരു ക്ലെൻസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു ഇമോഷണലി ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ ഇതുവരെ അനുഭവിക്കാത്ത ഒരു ഹാപ്പിനെസ്. ഇപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞാലും ഞാൻ പറയുകയാണ് ഒരു വെള്ള കളർ ഇതാണ് അൾട്ടിമേറ്റ് വെള്ളം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനപ്പുറം പിന്നെയും വെള്ളം കാണും അല്ലേ? അതേപോലെ ഹാപ്പിനെസ് എന്നൊരാൾ പറഞ്ഞ് ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞാലും ഇതിനപ്പുറം എനിക്ക് ഹാപ്പി ആവാനുണ്ട്. ഇപ്പം ബുദ്ധനെ പറഞ്ഞാലും ബുദ്ധനും അതിനപ്പുറം ഹാപ്പിനെസ് ഉണ്ടാവും അല്ലേ? പുള്ളി അവസാനം വരെ മനുഷ്യൻ തന്നെ അല്ലായിരുന്നു, ദൈവമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരെ പറ്റി ഡോക്ടർ നേരത്തെ പറഞ്ഞാൽ അവരുടെ ഉള്ളിലേക്ക് നോക്കാൻ സഹായിക്കുന്നതാണല്ലോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ തോന്നുന്നു കുറച്ചൊക്കെ ഒരു ഇപ്പം ഈ സന്യാസിമാർ, മഹർഷിമാരുടെയൊക്കെ ഒരു രീതിയായിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ടല്ലോ, ഉള്ളിലേക്ക് നോക്കുക എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നമുക്ക് ഈ നമ്മുടെ സാധാരണ മനുഷ്യൻ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ഉറപ്പായിട്ടും പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ സമാധി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. സമാധി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഒന്നുമല്ല, ഓരോ പ്രശ്നങ്ങൾക്ക് ഓരോ സമാധിയാണ്. അങ്ങനെ നിരന്തരമായിട്ട് വിവിധ സമാധികളിലൂടെയാണ് ഒരാൾ റിഫൈൻഡായി അപ്ഗ്രേഡായി ഈ ബുദ്ധനോ ഒക്കെ ആവുന്നത്. അപ്പം നമ്മളങ്ങനെ ഭയങ്കര സംഭവമൊന്നും ആവാൻ ആഗ്രഹിക്കണ്ട, പക്ഷെ ഇന്നത്തേനേക്കാളും ബെറ്റർ ആവുക നാളെ, അതാണ് നമ്മളുടെ ഒരു അൾട്ടിമേറ്റ് ടാർഗറ്റ്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ഈ കാഷായ വസ്ത്രവും കൊടുത്ത് അല്ലെങ്കിൽ മറ്റേ ഈ രുദ്രാക്ഷവും ഒക്കെ ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഈ മെഡിറ്റേഷൻ പോസിബിൾ ആവും, സ്പിരിച്വാലിറ്റി പോസിബിൾ ആവും, ഒന്നുമല്ല. നമുക്ക് ടീഷർട്ട് ജീൻസ് വിട്ടും ചെയ്യാം, ടോയ്ലറ്റിൽ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം. അതിനെ നമ്മൾ വളരെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചിൽ കണ്ടാൽ മതി. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന അമ്മമാരൊക്കെ ചെയ്യും, ഡോക്ടറെ തെക്കോട്ട് തിരിഞ്ഞ് കിടന്ന് യോഗ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ യോഗ ചെയ്യുമ്പോൾ ഗുരു കാലിൻ്റെ അവിടെ ഇരിക്കാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞത് അതെല്ലാം വിട്ടേക്ക്. ഇതിൻ്റെ ഒരു കോർ ഇൻറ്റൻഷൻ ഉണ്ടല്ലോ, അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ നമ്മൾ ഈ മെഡിറ്റേഷൻ്റെ കാര്യം പറഞ്ഞപ്പം ഇപ്പോൾ നമ്മളാ സന്യാസി അങ്ങനത്തെ ഒരു ലൈനിൽ പറഞ്ഞുകൊണ്ട് പറയാണ്, നമ്മുടെ ഒരു ബേസിക് ഇന്ത്യൻ ഒരു ഫിലോസഫി ഉണ്ട്, സർവമായ ജഗത് മിഥ്യ. ഒരു ബേസിക് ബിലീഫാണ്. കാരണം എല്ലാം മായയാണ്, ഈ പ്രപഞ്ചം മുഴുവൻ മിഥ്യയാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഇമോഷൻസും നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളും അതെല്ലാം നമ്മൾ പറയും, വേദന തോന്നുന്നു, വിഷമം തോന്നുന്നു, ഭയം തോന്നുന്നു, തോന്നലാണ്. അപ്പം ഈ സാധനം തോന്നലാണ് എന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ തോന്നലിനെ കുറിച്ച് 100% അവെയർ ആകണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഉള്ളിലേക്ക് നോക്കിച്ച് അവരുടെ പ്രോബ്ലത്തിനെ കുറിച്ച് മാക്സിമം അവെയർ ആക്കുക. ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് 100% അവെയർ ആകുമ്പോൾ അവർ റിയലൈസ് ചെയ്യാണ് ഇറ്റ്സ് നോട്ട് ദെയർ, ഇത് ഫേക്കാണ്, അതൊരു ഇല്ലായിരുന്നു, അതൊരു മായയാണ്. പക്ഷേ 90% അവെയർ ആയാൽ പോലും 10% ഡൗട്ട് ബാക്കി നിൽക്കുകയാണ്, അതവിടെ ഉണ്ടോ. അപ്പോൾ 100% അവെയർ ആക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ 100% അവെയർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇല്ല. ക്ലസ്ട്രോഫോബിയ എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തോന്നൽ അല്ലേ?
ചികിത്സിക്കാം. പിന്നെ ഇതെല്ലാം ചൈൽഡ്ഹുഡിലെത്തും. ഇനി ഫിയർ ഫേസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഫ്രിക്ഷനുണ്ട്, ഭയങ്കര ഫ്രിക്ഷനാണ്. അപ്പോൾ ആളുകൾ അതുപോലെ സഹകരിക്കണം. ചിലർ വാശിയോടുകൂടി എനിക്കിത് മറികടക്കണം എന്നുള്ള നിലയിൽ നമ്മുടെ കൂടെ നിൽക്കും. അതൊരു ടീം വർക്കാണ്, ഞങ്ങളായിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ അന്നേരം അത് മുന്നോട്ട് പോകും. ചില കേസുകളിൽ നല്ല രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളോട് തന്നെ ദേഷ്യം തോന്നുന്ന ചില അവസ്ഥകൾ. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ വരുമ്പോൾ ഒരാൾ അയാളുടെ ആ ഒരു ഈഗോയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു പോയിന്റ് വരും. അയാൾക്ക് അയാളോട് തന്നെയാണ് ദേഷ്യം എന്നുള്ളൊരു സാധനം ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഈഗോയെ, ആ ബേസിക് പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു സമയം വരും. പിന്നെ സഹകരിക്കില്ല, എന്തെങ്കിലുമൊക്കെ പറയും, ഡോക്ടറെ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകും, സ്ഥലം വിടും. കാരണം അവർ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു, പക്ഷെ എനിക്ക് ഇനി അപ്പുറത്തോട്ട് പോകണം. അതിന് ഈഗോ കയറിയാണ് ഇടയ്ക്ക് നിൽക്കുന്നത്. അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ പിന്നെ ഞങ്ങൾ അതിലധികം ഇടപെടാറില്ല, അങ്ങ് വിടും. ഡി അഡിക്ഷൻ വരാറുണ്ട്. അത് ഞാൻ ചോദിക്കായിരുന്ന ഒരു ചോദ്യമാണ്. ഡി അഡിക്ഷൻ ഇപ്പം ഈ പറഞ്ഞ MDMA അതൊക്കെ വലിയ അഡിക്ഷനായിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? എല്ലാ അഡിക്ഷൻ്റെയും പിന്നിലെ ഒരു ബേസിക്കായിട്ടൊരു ആങ്സൈറ്റി ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരാളൊരു സാധനത്തിൽ അഡിക്റ്റ് ആവുന്നത് മറ്റെന്തോ ഒരു പ്രശ്നത്തിൽ നിന്നും ഒരു സമാധാനം കണ്ടെത്താനാണ്. അപ്പോൾ ആ പ്രശ്നത്തിനെ അങ്ങ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ ആവശ്യമില്ലാണ്ടാവും. പക്ഷേ ഒരാളെ പിടിച്ചു കെട്ടി ഈ അഡിക്ഷൻ നിർത്താൻ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ല. അതിനൊരു പ്രോപ്പർ ഡി അഡിക്ഷൻ സെൻറ്ററിൽ തന്നെ പോകണം. നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡ് സ്റ്റേജിലുള്ള ആളുകളാണ്. അതായത് എനിക്കിപ്പം അടുത്ത ഒരു ഘട്ടത്തിലുള്ള ആളുകൾ, അതായത് എനിക്കിതിൽ നിന്ന് പുറത്തു വരണം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, അങ്ങനെ വരുന്ന ആളുകളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതെല്ലാം പിടിച്ചു കെട്ടി കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ആളുകൾ തരാറുണ്ട്. MDMA അഡിക്ഷൻസ് വരാറുണ്ട്. MDMA ഒക്കെ ഭയങ്കര പാടാണ്. ഏറ്റവും തലവേദന പിടിച്ചൊരു സാധനം. ഇപ്പോൾ ആൽക്കഹോളൊക്കെ കമ്പാരിറ്റീവ്ലി ഭേദമാണ്. ഭയങ്കര ഒരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. മറ്റേത് ചിലപ്പോൾ ഒരു ഭയങ്കര ഡെല്യൂഷണൽ തോട്ട്സിലോട്ടും ഹാലുസിനേഷൻസിലോട്ടും ഒക്കെ പോകുന്ന ഒരുപാട് കേസുകളുണ്ട്. ഒരു UFO വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നു എന്നൊക്കെ പറഞ്ഞോട്ടൊരു പയ്യനൊക്കെ വന്നു. അവനൊക്കെ നേരം അതിൻ്റെ കൂട്ടൊരു സൈക്കാട്രിക് സപ്പോർട്ടോട് ഇല്ലാതെ ഒരു രക്ഷയില്ല. അങ്ങനത്തെ കേസുകൾ വരാറുണ്ട്. അപ്പോൾ ഡോക്ടറുടെ അഭിപ്രായത്തിൽ നമ്മൾ സ്വയം ഒരു വില്ലിങ് അല്ലാതെ ഈ ഡി അഡിക്ഷൻ സംഭവിക്കില്ല എന്നാണോ? ഡി അഡിക്ഷൻ അല്ല, ഒരു മാറ്റവും സംഭവിക്കില്ല. ഇപ്പം നമ്മൾ പറഞ്ഞു സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഏതൊരു കാര്യം മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിലും അയാളുടെ ഒരു വില്ലിങ്നെസ് വേണം. കാരണം എനിക്ക് ഈ അസുഖം മാറണം, എനിക്ക് ഈ പ്രശ്നം മാറണം, അതിനുവേണ്ടി ഞാൻ എൻ്റെ ഈഗോയെ സറണ്ടർ ചെയ്ത് പൂർണ്ണമായിട്ട് ഓപ്പൺ ആവാൻ തയ്യാറാണ് എന്നൊരു വില്ലിങ്നെസ് വേണം. നമ്മൾ നമുക്ക് വേറൊരാളുടെ ഉള്ളിലോട്ട് കയറി നോക്കാൻ പറ്റുന്നില്ല. അയാൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ ഈഗോയെ സറണ്ടർ ചെയ്ത് നമ്മുടെ മുമ്പിൽ ക്ലിയറായിട്ട് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് അയാളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വില്ലിങ്നെസ് വേണം. രണ്ടാമത് അയാൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ റിയൽ ആവണമെന്നുണ്ടെങ്കിൽ, അതായത് അതൊരു മാനിപ്പുലേറ്റഡോ ഹാലുസിനേറ്റഡോ ഡെല്യൂഷണൽ തോട്ട്സോ ഒന്നും ആവാതെ റിയലായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു പ്രോപ്പർ ഇൻസൈറ്റ് വേണം. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ, ഒരു പ്രോപ്പർ ഇൻസൈറ്റും പ്രോപ്പർ വില്ലിങ്നെസ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കേസും സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ 100% എന്ന് പറഞ്ഞാൽ ഒരു ഓവർ കോൺഫിഡൻസ് ആവും. 99% നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ അധികം ആരും കടന്നു ചെല്ലാത്തൊരു മേഖലയാണ് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യം. ഇങ്ങനെ കേരളത്തിലെ ആദ്യത്തെ ഒരു ഹോസ്പിറ്റലാണ് ഇങ്ങനെ ഇത്തരം സൈക്കോ സൊമാറ്റിക് അസുഖങ്ങളുള്ളത്. ഇപ്പം ഞാൻ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും തോന്നിക്കാണും എൻ്റെ ചില പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതല്ലേ എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കാനുള്ള നമ്പറൊക്കെ ഞാൻ തരാം. കൃത്യമായി അത് മനസ്സിലാക്കിയ ശേഷം മാത്രം ചികിത്സയ്ക്ക് വരിക. പിന്നെ ഈ പറഞ്ഞ 99% ശരിയാക്കാൻ പറ്റുന്ന രോഗങ്ങളാണ് നിങ്ങൾ സ്വയം വില്ലിങ് ആണെങ്കിൽ, അല്ലേ? അങ്ങനെയാണ് എനിക്കിപ്പം ബോധ്യപ്പെട്ട ഒരു കാര്യം. ഇപ്പം ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ഒരു സംസാരിച്ചപ്പോൾ ഞാൻ കണക്ട് ആയത് ഇതാണ്. എനിക്കൊരു 10-25 വയസ്സിലാണ് എനിക്ക് ആദ്യം നടുവേദന വരുന്നത്. അതിനുശേഷം ഞാൻ വർഷങ്ങളോളം ഈ നടുവ് അനക്കാതെ, അതായത് എന്ത് സംഭവിച്ചാലും നടുവിൽ അഫക്റ്റ് ചെയ്യുമെന്നുള്ള പേടിച്ച് ജീവിച്ച ആളാണ്. അടുത്ത കാലത്താണ് ഞാൻ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു നടുവേദന ഇല്ലാതെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത്രയും വർഷം ഞാനിത് ഒന്നും ചെയ്യാതെ കൊണ്ടു നടന്നു. അത് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു എനിക്കും ഇങ്ങനെ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചു ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ വരിക. പിന്നെ വളരെ സൂത്തിങ് ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നല്ല വളരെ കാമായിട്ടുള്ള സ്ഥലം, ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അത്തരം എന്ത് സംശയങ്ങളും വിളിച്ചു ചോദിച്ചിട്ട് വരിക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ശാരീരിക ആരോഗ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാനസിക ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളുടെ പല വൈദ്യശാസ്ത്ര ശാഖകളും ആരോഗ്യം എന്ന് പറയുമ്പോൾ ആരോഗ്യത്തിനെ മാത്രമാണ് ചികിത്സിക്കുന്നത്, മാനസിക ആരോഗ്യത്തെ അല്ല. ഇത് രണ്ടും കൂടെയുള്ള ഒരു പ്രത്യേകതരം ചികിത്സയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി ചികിത്സയ്ക്ക് വരിക. ഡോക്ടർ ഉണ്ടാവും. അപ്പോൾ ഡോക്ടർ ഏതായാലും താങ്ക് യു സോ മച്ച്. നല്ലൊരു ഇൻസൈറ്റ്, ഈ പറഞ്ഞ ഒരു ഇൻസൈറ്റ് എനിക്ക് കിട്ടി. നിങ്ങൾക്ക് കിട്ടി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.